ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله الله تعالى بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا اللهم صل على محمد وعلى آله وأصحابه وبارك وسلم تسليما كثيرا كثيرا اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فأما من طغى وآثر الحياة الدنيا فإن الجحيم هي المأوى وأما من خاف مقام ربه ونهى النفس عن الهوى فإن الجنة هي المأوى وقال النبي صلى الله عليه وسلم إن الدنيا حلوة خضرة فإن الله مستخلفكم فيها فينظر الله كيف تعملون فاتقوا الدنيا واتقوا النساء وإن أول فتنة بني إسرائيل كانت في النساء أو كما قال عليه الصلاة والسلام وما الله سبحانه الله سبحانه وتعالى آمين നമ്മളെല്ലാ തിന്മകളെയും നന്മകളാക്കാൻ പരിശ്രമിക്കുന്നത് കാരണമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഒറ്റയ്ക്ക് നമ്മളെ സൃഷ്ടിച്ചവൻ. സൃഷ്ടിപ്പിൽ അല്ലാഹു ഒരു പങ്കുകാർക്കും ഇല്ല നമ്മളെല്ലാവരും സമ്മതിക്കും. സൃഷ്ടിപ്പിൽ ആർക്കും ഒരു അവകാശവാദവും ഇല്ല. സൃഷ്ടിപ്പിന്റെ കുറവുകളിൽ ആരെയും ആക്ഷേപിക്കാറുമില്ല. ഒരു കുട്ടി, ആ കുട്ടിക്ക് 8-9 മാസത്തിന് ശേഷം ഉമ്മ ജന്മം നൽകി. അള്ളാഹു കാക്കട്ടെ, എന്തെങ്കിലും വൈകല്യങ്ങളുണ്ടായി, ഒരു കാലിന് ചിലപ്പോൾ വലിപ്പക്കുറവുണ്ടായി. അതിന്റെ പേരിൽ കുടുംബങ്ങൾ ആരും വാപ്പനും ഉമ്മനും ചീത്തറിയാനില്ല. നീ എവിടെയും ശ്രദ്ധിക്കാനിട്ടാണ് അതൊക്കെ നോക്കട്ടെ, നീ കാലൊക്കെ കൊടുക്കുമ്പോൾ ആരും പറയാറില്ല. എന്തുകൊണ്ട്? ഈ സൃഷ്ടിപ്പിൽ നമുക്കൊരു പങ്കുമില്ല എന്നല്ലായിരുന്നു. സൃഷ്ടിപ്പ് അല്ലാഹു ഒറ്റക്കാണ്. അവൻ ഇല്ലായ്മയെന്ന് എല്ലാത്തിനെയും ഉണ്ടാക്കിയവൻ. എപ്രകാരം സൃഷ്ടിപ്പ് നമ്മൾ അംഗീകരിച്ചു കൊടുക്കുന്നുണ്ടോ അപ്രകാരം തന്നെ ഇബാദത്തും അല്ലാഹു വേണ്ടി മാത്രമാണ്. സൃഷ്ടിപ്പിൽ ആരും അവകാശികളില്ലാത്ത പോലെ ഇബാദത്തിനും ആരും എന്തില്ല അവകാശികൾ. ഇബാദത്ത് അല്ലാഹു മാത്രമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു. അല്ലാഹു ഏകനാണ്, അവന് പങ്കുകാരൻ. അല്ലാഹുവിൽ പങ്കു ചേർക്കുക അല്ലാഹുക്ക് ഇഷ്ടമില്ല, ഒരിക്കലും ഇഷ്ടമില്ല. ഇല്ലായ്മ അല്ലാഹു ഉണ്ടാക്കിയത് അവൻ ഇബാദത്ത് ചെയ്യാനാണ്. ആരാണോ സൃഷ്ടാവ് അവനെ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ. അതുകൊണ്ട് തന്നെ സൃഷ്ടിപ്പിൽ അവകാശികളില്ലാത്തതുപോലെ ഇബാദത്തിലും അവകാശികളില്ല. ഇബാദത്തിന് അവകാശികളില്ല, സൃഷ്ടിപ്പിനും അവകാശികളില്ലാത്തതുപോലെ പരിപാലിക്കുന്നതിലും ആർക്കും പങ്കില്ല. നമ്മുടെ ഒരു ആരാധന അത് അല്ലാഹ്ക്ക് മാത്രം, സൃഷ്ടിപ്പ് അത് അല്ലാഹ് മാത്രം, പരിപാലിക്കുന്നവനും അല്ലാഹു മാത്രം. അതിലും നമുക്കാർക്കും പങ്കില്ല. നമുക്ക് തോന്നും നമ്മളാണ് പരിപാലിക്കുന്നത്, ഇല്ല. റബ്ബ് അല്ലാതെ വേറെ ആരും റബ്ബില്ല. റബ്ബ് എന്ന് പറഞ്ഞാൽ പരിപാലകൻ, സംരക്ഷകൻ, പാലനേവല്ല, പാലനാർ കൊണ്ട് പരിപാലിക്കൽ അല്ലാഹു. റാസിഖ് ഹുവല്ലാഹ്, റിസ്ക് തരുന്നവൻ അല്ലാഹ് മാത്രമാണ്. ഇന്നല്ലാഹ ഹുവർ റസ്സാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ. ഖുർആൻ. നിശ്ചയം അല്ലാഹു അവനാണ് റസ്സാഖ്, റിസ്ക് നൽകുന്നവൻ അവൻ മാത്രമാണ്. അല്ലാഹു തആല ഖുർആൻ ശരീഫിൽ പറയുന്നു, വഫിസ് സമാഇ റിസ്ഖുകും വമാ തുഅദൂൻ ഫവറബ്ബിസ് സമാഇ വൽ അർദ് ഇന്നഹു ലഹഖ്ഖുൻ മിസ്ല മാ അന്നകും തൻതിഖൂൻ. ഖുർആൻ. വഫിസ് സമാഇ റിസ്ഖുകും,
ഈ വാക്ക് അറിയാത്ത ഈ ജനറേഷൻ ആരും ഉണ്ടാവില്ല. സമാ എന്ന് പറഞ്ഞാൽ ആകാശം. ആകാശത്തിലാണ് റിസ്കുക്കും, നിങ്ങളുടെ റിസ്ക്. നമ്മൾ റിസ്ക് എവിടെ പറയണേ? നമ്മൾ റിസ്കിനെ കാണുന്നത് ഭൂമിയിലാണ്. അള്ളാഹു പറയാണ് നിങ്ങളുടെ റിസ്ക് എവിടെയാണ്? ആകാശം. ഖുർആൻ നിങ്ങളോട് വാഗ്ദത്തം ചെയ്യപ്പെട്ട കാര്യങ്ങളൊക്കെ ഉള്ളത് എവിടെയാണ്? ആകാശത്തിൽ. എന്നിട്ട് അല്ല പറയാണ് നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, കാരണം നിങ്ങളെ മുഴുവൻ റിസ്കിന്റെ വസ്തുക്കളും നിങ്ങൾ കാണുന്നത് എവിടെയാണ്? ഭൂമിയിലാണ്. അതുകൊണ്ട് തന്നെ അല്ല പറയാണ് ആകാശത്തിന്റെയും ഭൂമിയുടെയും റബ്ബ് തന്നെയാണ് സത്യം. അള്ളാഹ്ക്ക് സത്യം ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ മനുഷ്യന്റെ തെറ്റിദ്ധാരണകളെ മാറ്റാൻ വേണ്ടി അള്ളാഹ് സത്യം ചെയ്യാൻ, തീർച്ചയായിട്ടും അത് ഹക്കാണ്. നിങ്ങളെ റിസ്ക് ആകാശത്തിലാണെന്നുള്ള കാര്യം ഹക്കാണ്. അതിന്റെ സാക്ഷി സത്യമാരാണ്? ആകാശത്തിന്റെ ഭൂമിയുടെ റബ്ബായ അല്ലാഹുവാണ്. തീർച്ചയായും അത് ഹക്കാണ്. നിങ്ങൾ സംസാരിക്കുന്നത് എപ്രകാരം സത്യമാണോ അതേപോലെ നിങ്ങളുടെ റിസ്ക് ആകാശത്തിലാണെന്ന് സത്യമാണ്. സംസാരിക്കുന്നത് എപ്രകാരം സത്യമാണെന്ന് ചോദിച്ചാൽ നമ്മളിങ്ങനെ സംസാരിക്കും. ഇപ്പൊ ഞാൻ സംസാരിക്കണ്ടേ, ഞാൻ ഒരിക്കലും ഓസ്ട്രേലിയക്ക് വരുന്നതിന് മുമ്പും അല്ലെങ്കിൽ ഓസ്ട്രേലിയക്ക് വന്നതിന് ശേഷം ഇവിടെ ഒരു മജ്‌ലിസിൽ ഈ ആയത്ത് ഓതണമെന്ന് ഞാൻ ഇവിടെ ഈ ഓതുന്നത് വരെ ആലോചിച്ചിട്ടില്ല. എന്തായത്ത് ഓതേണ്ടതെന്ന് ഞാൻ ഇപ്പൊ റിസ്ക് പറഞ്ഞപ്പോ ഓട്ടോമാറ്റിക് ഈ ആയത്ത് വന്നതാണ്. ഇതിന്റെ സംസാരമാണ്. ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ സംസാരിക്കുന്നുണ്ട്. ഞാൻ എത്ര കാ പറഞ്ഞിട്ടുണ്ട്, എത്ര മാ പറഞ്ഞിട്ടുണ്ട്, എത്ര താപ്പ ഈ സമയത്തിനിടെ പറഞ്ഞു എനിക്കറിയില്ല. നമ്മൾ സംസാരിക്കുന്നതിനിടയിൽ മലയാളം പറയും, കുറച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് പറയും, ചിലപ്പോൾ അറബി പറയും, ചിലപ്പോൾ ഉറുദു പറയും, എന്തൊക്കെ പറയുന്നുണ്ട്. അതൊന്നും നമുക്ക് അറിയില്ല. അത് എവിടുന്നോ വരികയാണ്. ആണോ അല്ലേ? പഴയ കാലത്തെ അക്ഷരങ്ങളൊക്കെ ഇങ്ങനെ പ്രിന്റ് ചെയ്യാൻ വേണ്ടി നിരത്തിലുണ്ടായിരുന്നു. മാക്കെ പൊരിക്കുക, കാ പൊരിക്കുക, അങ്ങനെ അച്ച് നിരത്തിയിട്ടുള്ള അക്ഷരങ്ങൾ ഉണ്ടായിരുന്നു. പ്രിന്റിങ് അങ്ങനെ ഇരുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഇത് നമ്മളിങ്ങനെ സംസാരിക്കാൻ എവിടുന്നാ വരുന്നതെന്ന് അറിയില്ല. നമ്മൾ എന്ത് സംസാരിച്ചാലും, നീ സംസാരിച്ചാലും ദുനിയാവ് സംസാരിച്ചാലൊക്കെ ഇങ്ങനെ സംസാരം നിൽക്കാതെ അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഇത് എവിടുന്നാ വരുന്നത്? ഇത് വരുന്നത് എവിടുന്നാന്ന് നമുക്കും കൂടി അറിയില്ല. അള്ളാഹു അത് തന്നെയാണ് പറയുന്നത്. നിങ്ങളുടെ റിസ്ക് ആകാശത്തിലാണുള്ളത്. നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെട്ട കാര്യം ആകാശത്തിലാണുള്ളത്. ആകാശഭൂമികളുടെ റബ്ബ് തന്നെയാണ് സത്യം. തീർച്ചയായിട്ടും അത് ഹക്കാണ്. നിങ്ങൾ സംസാരിക്കുന്ന പ്രകാരം സത്യമാണോ? സംസാരിക്കണ നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളാരും പ്രോഗ്രാം ചെയ്തിട്ടൊന്നല്ലേ ഇതിങ്ങനെ പറഞ്ഞത്. നമ്മൾ ദുനിയാവിന്റെ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇതേപോലെ റിസ്കും നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഇതുമായിട്ട് നിങ്ങൾക്ക് ബന്ധമില്ല. സത്യത്തിൽ നമുക്ക് എന്ത് ബന്ധമുള്ളത്? ഇന്ന് രാത്രി നമ്മൾ എന്താ തിന്നത് നമുക്കറിയില്ല. നാളെ രാവിലെ എന്താ തിന്നത് നമുക്കറിയില്ല. സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങി കൊണ്ടുവച്ചിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ കൊണ്ടുവച്ചതാണോ നമ്മൾ തിന്നത് നമുക്കറിയില്ല. നമ്മുടെ റിസ്ക് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാൻ. മലപ്പുറത്തുള്ള കാരാത്തോടുള്ള ഒരു കടയിലുള്ള നുറുക്ക് അത് തിന്നത് മലേഷ്യയിലുള്ള ഒരാളാണ്. നമ്മൾ ആ നുറുക്ക് വാങ്ങുമ്പോൾ ഒരിക്കലും മലേഷ്യയിൽ ഒരാൾക്ക് തിന്നാൻ കൊടുക്കാനല്ല അത് വാങ്ങിയത്. റിസ്ക് അത് അവന്റെ തീരുമാനമാണ്. അപ്പൊ അള്ളാഹുവാണ് റാസിഖ്. അവനാണ് റിസ്ക് നൽകുന്നവൻ. നമുക്കാർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. أفرأيتم ما تحرثون أأنتم تزرعونه أم نحن الزارعون لو نشاء لجعلناه حطاما فظلتم تفكهون إنا لمغرمون بل نحن محرومون. സൂറത്ത് വാഖിയയിൽ അല്ലാഹു പറയുന്നു, അഫറഅയ്തും മാ തഹ്റുസൂൻ. കർഷകർ, നിങ്ങൾ കൃഷി നിങ്ങൾ കണ്ടിട്ടില്ലേ? അഅൻതും തസ്റഊനഹു അം നഹ്നു സാരിഊൻ. നിങ്ങളാണോ അതിനെ ഉൽപാദനം നടത്തുന്നത്, വിളവുകൾ ഉണ്ടാക്കുന്നത് നിങ്ങളാണോ അതോ നാം ആണോ? ലൗ നശാഉ, നാം ഉദ്ദേശിച്ചാൽ ലജഅൽനാഹു ഹുതാമ, അതിനെ നമ്മൾ പതിരാക്കി കളയും, നമുക്ക് ഉപയോഗശൂന്യമുള്ളതാക്കി കളയും. ലൗ നശാഉ ലജഅൽനാഹു ഹുതാമ ഫളൽതും തഫക്കഊൻ. അപ്പോൾ നിങ്ങൾ പറയാൻ തുടങ്ങും, അവർ പറയാൻ തുടങ്ങും, ഫളൽതും തഫക്കഊൻ ഇന്നാ ലമുഗ്റമൂൻ, ഞങ്ങൾ കടക്കാരായിരിക്കുന്നു എന്ന്. ഞങ്ങൾ കടക്കാരായിരിക്കുന്നു. ബൽ നഹ്നു മഹ്റൂമൂൻ, നമ്മൾ അവരെന്ത് ചെയ്താണ്? തടയപ്പെട്ടതാണ്. നമ്മൾ തടഞ്ഞതാണ് വേണ്ടെന്നുള്ളത്. നമ്മൾ കടക്കാരായി പോയി, നമ്മൾ തടയപ്പെട്ടു പോയി എന്ന് പറയാം. ആരാണ് ഇതിന്റെ ആള്? ഒരു കർഷകൻ വാഴ വെക്കുന്നുണ്ട്. വാഴന്റെ കൊലന്റെ തൂക്കത്തിനെ ഇവന് ഈ കൊല കിട്ടണം എന്നൊക്കെ തീരുമാനിക്കുന്ന ആരാണ്? വെള്ളം ചേർക്കാനും വളം ചേർക്കാനൊക്കെ ഒരു പക്ഷേ കർഷകൻ ചെയ്തേക്കാം. അതിന്ന് വിളവുകൾ തരുന്നവൻ ആരാണ്? നിങ്ങൾ കാണുന്നില്ലേ എന്ന് അള്ളാഹു ചോദിക്കാൻ. അതുകൊണ്ട് റിസ്കിന്റെ ഉടമസ്ഥനും അള്ളാഹുവാണ്. പിന്നെ നമ്മുടെ ജോലി എന്താണ്? നമ്മളെ മെയിൻ ഈ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ നമ്മളെ ഏറ്റെടുത്തു. എന്റെ മക്കളെ പരിപാലിക്കേണ്ടത്
എന്റെ മക്കളെ പരിപാലിക്കേണ്ടത് പോറ്റേണ്ടത് ഞാനാണ്, ഐറ്റങ്ങൾക്ക് അന്നം കൊടുക്കേണ്ടത് ഞാനാണ്. ഞാൻ ഇങ്ങനെ ആയിപ്പോയ ഐറ്റങ്ങൾ പട്ടിണിയാവും എന്നാണ് ആര് പറയുന്നത്? നമ്മൾ പറഞ്ഞത് നമുക്ക് ഈ വാദത്തിന് നേരമില്ലാത്തത്, അള്ളാഹിനെ അനുസരിക്കാൻ നേരമില്ലാത്തതിന്റെ കാരണം നമ്മളെ മക്കളെയും ഭാര്യയും പോറ്റുന്നത് ഞാനാണ്. എന്റെ കുടുംബത്തെ പോറ്റുന്ന ബാധ്യത എനിക്കുണ്ട്. അത് പറഞ്ഞിട്ടാണ് നമ്മൾ അള്ളാഹിനോടുള്ള ബാധ്യത. എത്ര വലിയ ധിക്കാരപരമായ വാക്കാണ് ഈ പറയുന്നത്. നമ്മളിതെന്നും പറഞ്ഞോ കേൾക്കണോണ്ട് നിങ്ങൾക്ക് ഇത് അത്ഭുതം തോന്നുന്നുണ്ടാവില്ല, നമുക്ക് അത്ഭുതം തോന്നുന്നുണ്ടാവില്ല. പക്ഷേ ഇത് എത്ര വലിയ വാക്കാണ്. നമ്മൾ ആലോചിച്ച് നോക്കി, ചെറിയ കുട്ടി കുറച്ചു കാലം ഇങ്ങനെ നടക്കാനും ഓടാനൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ 1 വയസ്സ് 2 വയസ്സിലൊക്കെ അവർക്ക് എന്ത് പ്രശ്നം വന്നാലും ഉമ്മാന്റെ അടുത്തേക്കാണ് ഓടുക. ആ കുട്ടിന്റെ എല്ലാ പ്രശ്നം തീർക്കാൻ പറ്റിയ ആൾ ആരാണ്? പറയും. ഉമ്മ എഴുതുന്ന കുട്ടിക്കാരെ ഉമ്മാന്റെ അടുത്ത് പോകും, അത് ആലോചിക്കും, ആ പ്രശ്നത്തിൽ ഇടപെടും, അതിന് ജ്യേഷ്ഠം കാട്ടി എന്നൊക്കെ പറയും, അതിനൊക്കെ പരിഹാരം ഉണ്ടാക്കി കൊടുക്കും. കുറച്ച് കഴിഞ്ഞ് സ്കൂളിൽ മറ്റൊക്കെ പോകാൻ തുടങ്ങി കഴിഞ്ഞാൽ ഉമ്മ പതുക്കെ സ്ലൈറ്റ് 1 പൊട്ടിച്ചു, അല്ലെങ്കിൽ ബുക്ക് കീറി, ബാഗ് പോയി, കൊട പോയി, അത് പോയി, ഇത് പോയി എന്നൊക്കെ പറയുമ്പോൾ 1-2 ഉമ്മ ഇടപെടും. പിന്നെ ഉമ്മക്ക് മനസ്സിലാവും നിലം പരിപാടി ആവുകൊണ്ട് ഡയറക്ടറിനെ മുട്ടിച്ചു കൊടുക്കാറ്. ആർക്ക്? വാപ്പാക്ക്. അതുകൊണ്ട് വാപ്പന്റെ അടുത്ത് വരാൻ പറഞ്ഞത് എന്റെ ബുക്ക് പോയി, എന്റെ പെന്ന് പോയി, അല്ലെങ്കിൽ എന്റെ അത് പോയി, ഇത് പോയി എന്നൊക്കെ വാപ്പ അതൊക്കെ ചെയ്തു കൊടുക്കാൻ തുടങ്ങും. അപ്പൊ ആ കുട്ടിക്ക് ഒരു കാര്യം മനസ്സിലായി, കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ ഉമ്മ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. ആര് വേണോ? വാപ്പ വേണം. വാപ്പയാണ് കാര്യം നടത്തി തരുന്നത്. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞു, ഒരു SLC കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞു, അവൻ പഠിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ വാപ്പന്റെ കടയിൽ മോനെ കൊണ്ടാൻ തുടങ്ങി. ഉച്ചയ്ക്ക് ശേഷം ഫ്രീ ആണ്, അതുകൊണ്ട് കടയിൽ വന്നിരിക്കാൻ പറയും, കടയിൽ ഇരിക്കും. അവൻ കച്ചവടമൊക്കെ പഠിക്കാൻ തുടങ്ങി. കുറച്ചു കാലം കഴിഞ്ഞ് വാപ്പക്ക് വയസ്സായി. വാപ്പ പറഞ്ഞത് ആ കട നിന്നെ ഏൽപ്പിക്കാൻ പോവാണ്. ഹോൾസെയിൽ ഷോപ്പുകാരെല്ലാവരും പരിചയപ്പെടുത്തി കൊടുത്തു. ആർക്ക്? മോൻക്ക്. ഇതിന്റെ മോനാണ്, ഇനി ഇവനാണ് പർച്ചേസിങ്ങിന് വരിക, കച്ചവടം ഇവനാണ് ചെയ്യുക, ഞാൻ കുറച്ച് ലീവ് എടുക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവൻ കച്ചവടമൊക്കെ ചെയ്യാൻ തുടങ്ങി. ഇതുവരെ അവർക്ക് മനസ്സിലായി എന്റെ കാര്യം നടത്തി വാപ്പയിരുന്നു. കടയിൽ സ്ഥിരമായി വന്നപ്പോ അവർക്ക് മനസ്സിലായി വാപ്പല്ല സത്യത്തിൽ കാര്യം നടത്തുന്നത്, കച്ചവടം ശരിക്കും നടന്നിട്ടാണ് ഞങ്ങളുടെ കാര്യങ്ങള് നടന്നു പോണത്. ആണോ അല്ലേ? കച്ചവടം ഉഷാറായി നടന്നാൽ ഞങ്ങളെ കാര്യങ്ങൾ നടന്നു പോകും. കച്ചവടം ഇല്ലെങ്കിൽ വാപ്പണ്ടായിട്ടും കാര്യമില്ല. അപ്പൊ കച്ചവടമാണ് എന്റെ കാര്യങ്ങൾ നടക്കുന്നത് എന്ന് പറയും. കുറച്ചു കാലം കഴിഞ്ഞ് അവനെ കട എത്തിച്ചെടുത്തു, അവൻ പർച്ചേസ് തുടങ്ങി, അവൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. പിന്നെ അവർക്ക് മനസ്സിലാൻ തുടങ്ങി വാപ്പ കാണിച്ചെന്ന ഈ സ്ഥലത്തൊന്നും പർച്ചേസ് ചെയ്തിട്ട് കാര്യമില്ല, ഇതിന്റെ കുറ്റിക്കൽ പോകണം. എന്ന് വെച്ചാൽ ഇതിന്റെ എവിടെയാണ് മാനുഫാക്ചറിങ് നടക്കുന്നത് അവിടെ പോയി പർച്ചേസ് ചെയ്താൽ ബൾക്കായിട്ട് കിട്ടും. നമുക്ക് ഇവിടെ റീറ്റെയിലിൽ തന്നെ ഹോൾസെയിൽ വിലക്ക് കൊടുക്കാൻ പറ്റുന്ന പറഞ്ഞ് അവൻ 2-3-4 ഷട്ടർ എടുത്തു. അതിന്റെ കുറ്റിക്കൽ അന്വേഷിച്ച് പോകാൻ തുടങ്ങി. അങ്ങനെ എവിടെയാണോ ഉള്ളത്, സിഡ്നിയിൽ എവിടെയാണോ ഉള്ളത് അവിടെ പോയിട്ട് പർച്ചേസ് ചെയ്ത് കൊണ്ടുവരാൻ തുടങ്ങി. അപ്പൊ എന്താ പറഞ്ഞാൽ കട വിശാലായി, അവർക്ക് കടയിൽ ഇരിക്കാൻ നേരമില്ലാതായി. പക്ഷെ ഫുൾ സാധനം ലോഡാക്കി കച്ചവടം ചെയ്യാൻ തുടങ്ങി. അപ്പൊ അവർക്ക് ഒരു കാര്യം മനസ്സിലായി, കച്ചവടം ഒരു 4 ഷട്ടർ റൂം ഉണ്ടായിട്ടൊന്നും കാര്യമില്ല. അത് നല്ലപോലെ ഐഡിയയില് നാക്കില് കച്ചവടം ചെയ്യാൻ ഞാൻ ഉണ്ടായിട്ടാണ് എന്ത് ഈ കച്ചവടം കാര്യങ്ങളൊക്കെ നടന്നു പോണത്. ഇതുകൊണ്ട് ഞാൻ മര്യാദക്കില്ലെങ്കിൽ ഈ കാര്യങ്ങൾ എന്താവൂല, നടക്കൂല എന്ന് തോന്നുന്നു. കുറച്ചുകൂടി കൈമാർക്ക് മനസ്സിലാവും വാപ്പക്ക് വയസ്സായി, വാപ്പക്ക് പൈസക്കും കാര്യത്തിനൊക്കെ ആവശ്യം വരാൻ തുടങ്ങി. വാപ്പന്റെ മരുന്ന്, വാപ്പന്റെ ബാക്കി കാര്യങ്ങൾ, ഉമ്മാന്റെ ആവശ്യങ്ങളൊക്കെ ആരും പൂർത്തിയാക്കാൻ തുടങ്ങി, മകൻ പൂർത്തിയാക്കാൻ തുടങ്ങി. അപ്പൊ അവനക്ക് തോന്നാൻ തുടങ്ങി ഉപ്പാനും ഉമ്മാനും നോക്കുന്നത് ആരാണ്? ഞാനാണ്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടല്ലോ എവിടുന്നത് വരുന്നത്? ആദ്യം ഇവനെ നോക്കിയത് ഉമ്മ, പിന്നെ ആര്? പിന്നെ വാപ്പ. പിന്നെ അവന് മനസ്സിലായി കച്ചവടം ഉണ്ടായിട്ടാണെന്ന്. കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി കച്ചവടം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, ആരും കൂടി വേണോ? ഞാനും കൂടി വേണമെന്ന്. ഇപ്പൊ ഉമ്മനും വാപ്പനും നോക്കണേ ഞാനാണ്, മൊത്തം നോക്കണേ ഞാനാണ്. അങ്ങനെ ആ ഞാൻ എന്ന് പറഞ്ഞിട്ട് ഇവൻ ഇങ്ങനെ നടക്കുക. ആ നടത്തത്തിന്റെ ആളിലാണ് ഇപ്പൊ ആരുള്ളത്? ഞാൻ, അന, ഐ എന്നുള്ള ഇംഗ്ലീഷ് അക്ഷരത്തിന് പ്രത്യേകത ഒരു കുനിയലും ഉണ്ടാവില്ല. അങ്ങനെ വണ്ടിമായി നിൽക്കും, അപ്പോഴാണ് ആകുക ഞാൻ. അല്ലാഹു തആല പറഞ്ഞത് ഈ ഞാൻ നിങ്ങൾ ഒഴിവാക്കണം. നിങ്ങളെയും കാര്യങ്ങൾ നടത്തുന്നത് ആരാണ്? ഞാൻ. ഇന്നനി അനല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദുനി വഅഖിമിസ് സ്വലാത്ത ലിദിക്രി. ഖുർആൻ. അല്ലാഹു പറയുന്നു ഇന്നനി അനല്ലാഹ്, ഞാനാണ് അല്ലാഹു, ലാ ഇലാഹ ഇല്ലാ അന, ഞാനല്ലാതെ വേറെ ഇലാഹില്ല. നിങ്ങളെ കൈകാര്യകർത്താക്കളായി നിങ്ങളെ കാര്യങ്ങൾ നടത്തിത്തരാൻ ഞാനല്ലാതെ വേറെ ആരുമില്ല. ഫഅ്ബുദുനി, അതുകൊണ്ട് എന്നെ നിങ്ങൾ ആരാധിക്കണം. വഅഖിമിസ് സ്വലാത്ത ലിദിക്രി, എന്നെ ഓർമ്മിക്കാൻ വേണ്ടി നിങ്ങൾ നിസ്കാരം നിലനിർത്തണം. സൂറത്താണ്. വ്യക്തമായി ചന്തം പറയാം. നമ്മൾ ഒറ്റയ്ക്ക് നെഞ്ഞത്ത് കൈവച്ച് ആലോചിക്കും, ഈ ചിന്തകളിൽ നമ്മൾ കൂടിയിട്ടുണ്ടോ ഇല്ലേ? നമ്മളൊക്കെ പറയണ്ടോ ഞാൻ പ്യൂർ മുവഹിദാണ്, ഞാൻ പ്യൂർ മുവഹിദാണ്, മുഅ്മിനാണ്, ഞാൻ അല്ലാഹുവിൽ പങ്കു ചേർക്കാത്തവനാണ്.
പങ്കു ചേർക്കുക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും വിഗ്രഹങ്ങളെയോ വസ്തുക്കളെ മാത്രമല്ല, സ്വന്തത്തിനെ ചേർക്കരുത്. ഉറുദുൽ സാധാരണ പറയും ലാക്കി തൽവാർ സേ മാറോ. ലാ എന്ന് പറഞ്ഞാൽ വാളുകൊണ്ട് നിങ്ങൾ വെട്ടി, സബ്കു മാറോ, എല്ലാത്തിനും അപ്പനെ ആപ്കോവി മാറോ, സ്വന്തത്തിന് നിങ്ങൾ വെട്ടി. ഞാനും ഇല്ല, എന്റെ കാര്യങ്ങളും നടത്തേണ്ടത് ആരാണ്? നിങ്ങളെ റബ്ബ് ആരാണെന്ന് ഇബ്രാഹിം അലൈഹി സ്വലാമിനോട് ചോദിച്ചു. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു റബ്ബി അല്ലദീ ഹുവ യുത്ഇമുനി വയസ്ഖി, എനിക്ക് ഭക്ഷണം തരുന്നവനും എന്നെ കുടിപ്പിക്കുന്നവനാണ്. ആരോടാ പറഞ്ഞത്? നമ്രൂദിനോട് പറയാൻ. എന്റെ റബ്ബ് ആരാണ്? എന്നെ ഭക്ഷിപ്പിക്കണവനും എന്നെ കുടിപ്പിക്കുന്നവനും. വൈദാ മരിൽതു ഫഹുവ യശ്ഫീൻ, എനിക്ക് രോഗമായാൽ അത് മാറ്റി തരുന്ന ആരാണ്? അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, നമ്മളെന്തോ സംഭവമാണ് നമുക്ക് തോന്നാൻ. നമ്മൾ ആരാണ്? നമ്മളൊന്നുമല്ല. നമ്മളെന്തൊക്കെ ആണെന്ന് നമുക്ക് തോന്നാൻ. നമ്മളാരാണ്? ഒന്നുമല്ല. ചില ആൾക്കാർ പറയും ഞാനാണ് എൻ്റെ ഭാര്യ നോക്കുന്നത്, ഞാനാണ് എൻ്റെ കുട്ടികൾ നോക്കുന്നത്, ഞാനാണ് അത് ചെയ്യുന്നത്, ഓൾക്കൊരു വീടുണ്ടാക്കി കൊടുക്കണം, ഓൾക്ക് അതുണ്ടാക്കി കൊടുക്കണം, ഞാൻ തന്നെ അതിൻ്റെ ഓട്ടത്തിലാന്നൊക്കെ പറഞ്ഞ് ഇവൻ ഇങ്ങനെ ഓടുകയാണ്. സത്യത്തിൽ എന്താ പറഞ്ഞാൽ കുടുംബപ്പോഴും പട്ടിണിയും പ്രയാസവും ഞെരുക്കത്തിലാണുള്ളത്. അങ്ങനെ അള്ളാഹുവിന്റെ തീരുമാനം വന്നു. അയാൾക്ക് എന്തൊരു അസുഖം വന്നു, അയാൾക്ക് സ്ട്രോക്കായി, അയാൾ വീട്ടിൽ കടുപ്പിലായി. അപ്പൊ പിന്നെ അയാൾ ആര് നോക്കണം? പറയും, അയാൾ ഈ ഭാര്യ മക്കളൊക്കെ നോക്കണം. ഇതുവരെ ആര് നോക്കുന്ന പറഞ്ഞത്? ഇയാൾ നോക്കുന്നേ പറഞ്ഞത്. ഇപ്പൊ ഇയാളെ അവര് നോക്കണം, പാവ സ്ത്രീ നോക്കണം, അല്ലെങ്കിൽ ആ മക്കൾ നോക്കണം. ഈ ഒരു അവസ്ഥയിലായി. കുറച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാം? അയാൾ മരിച്ചു. അതോട് ഞാൻ നോക്കാറുണ്ട്, അയാൾ തന്നെ പോയി. നമ്മൾ സാധാരണ ഇത് നാട്ടിലെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ടാണല്ലോ ഞാൻ ഇത് പറയുന്നത്. നമ്മളെന്ത് ചെയ്യണം? കുടുംബക്കാരും ചിലപ്പം അവന്റെ ബന്ധുക്കളും അല്ലെങ്കിൽ അവന്റെ അയൽവാസികളും അവന്റെ ഫ്രണ്ട്സൊക്കെ കുറിച്ച് പറയും ഓളും 2-3 കുട്ടികളും ഉണ്ട്, പാവമായി, ഞങ്ങൾക്ക് ഒരു വീടും കൂടി ഇല്ല, വാടകയിലുള്ളത്. അങ്ങനെ എല്ലാവരും കൂടെ കൂടിയിട്ട് നല്ല എന്തുണ്ടാക്കി കൊടുത്തു? ഒരു വീടൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് ഓളവിടെ താമസിക്കും. സത്യത്തിൽ ഇതുവരെ സ്വന്തം വീടില്ലാതെ പോയതിന്റെ കാരണക്കാരനാരാ? പറയും ഞാനാണെന്ന് പറഞ്ഞ ഇയാളാണ്. ഇയാള് പോയതോടുകൂടി ഒരു എന്തായി? ആയോ ആയില്ലേ, ഒരു വീടായി. അപ്പൊ ഈ തടസ്സക്കാരനും കൂടിയാണ് ഇവൻ. എന്നിട്ട് ഇവനെ മറന്നു പോവാണ്. അതാണ് ഖുർആൻ പറഞ്ഞത് മനുഷ്യൻ അവന്റെ സൃഷ്ടിപ്പിനെ അവൻ മറന്നു കഴിഞ്ഞു. അവൻ എന്തൊക്കെ സംഭാവന ചെയ്യില്ല. എന്റെ ഭാര്യനെയും എന്റെ മക്കളെയും എന്റെ കുടുംബത്തിനും നോക്കണവൻ ഞാനാണെന്ന് ദൗസു പറഞ്ഞ മനുഷ്യരുണ്ട്. അവനവന്റെ റബ്ബിനെ അറിയില്ല. ഈ ബുദ്ധി ആര് തന്നതാണ്? ഈ കണ്ണിന്റെ കാഴ്ചയ്ക്ക് ആര് തന്നതാണ്? നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത് ദഹിപ്പിക്കണവൻ ആരാണ്? ഇതിൻ്റെയൊക്കെ നിയന്ത്രണം ആരെ കയ്യിലാണ്? ഒരു സെക്കൻഡ് നമുക്ക് വെയിറ്റ് ചെയ്യുന്ന, നമുക്ക് വില തരുന്നുണ്ട്, നമ്മളെ പൊസിഷനിൽ വെച്ച് ആദരിക്കുന്നുണ്ട്. പക്ഷെ നമ്മളെ തലക്ക് എന്തെങ്കിലും ഒരു അല്പം, അള്ളാഹ് കാക്കട്ടെ, എന്തെങ്കിലും ഒരു ചെറിയ കുറവ് വന്നാൽ, ഒരു ബ്രെയിനിൽ എവിടെയെങ്കിലും ചെറിയ പ്രോബ്ലം ഉണ്ടായാൽ മതി. പിന്നെ അവന്റെ സംസാരം യോജിക്കാതെ വന്നാൽ അവന്റെ സംസാരം ചിലപ്പോൾ അവനോട് പഴയ ബന്ധത്തിന്റെ പേര് ആൾക്കാർ കേട്ടാലും അത്ഭുതത്തോടെ കേൾക്കുമ്പോഴും ബാക്കിൽ നിന്ന് ആൾക്കാർ പറയുണ്ടാവും ചെറുതായിട്ട് സുഖമില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ റൗണ്ട് അടിക്കണ്ടാവും വിരലോണ്ട്, ഇങ്ങനെ തലക്ക് എന്തില്ല, ചെറിയ സുഖമില്ല. പിന്നെ അയാളുടെ ട്യൂൺ മാറി, അയാൾ നമ്മളോട് സഹതാപത്തോടു കൂടിയ പെരുമാറാം. ഈ ഞാൻ എവിടെ പോയി? അതുകൊണ്ട് സാർമാരെ ആദ്യം സ്വന്തത്തെ അറിയും. അപ്പിനെ ആപ്കോ പെഹ്ചാനോ, സ്വന്തത്തെ മനസ്സിലാക്കി. ആര് സ്വന്തത്തെ അറിഞ്ഞോ അവനവന്റെ റബ്ബിനെ അറിയും. സ്വന്തത്തെ പോലും അറിയാത്തവൻ റബ്ബിനെ എങ്ങനെ അറിയും? അതുകൊണ്ട് അല്ലാഹ് അവനാണ് റബ്ബ്, എന്നെ പരിപാലിക്കുന്നവനവനാണ്. എന്റെ ഭാര്യനും മക്കളെയും, ഈ ഭാര്യനും മക്കളൊക്കെ ഏർപ്പാടാക്കി തന്നവൻ ആരാണ്? അല്ലാഹുവാണ്. നമ്മളാരും കയ്യിലല്ല. നമ്മൾ വിചാരിക്കും നമ്മളെ ഭാര്യ നമ്മളെ സ്നേഹിക്കുന്നത് നമ്മളെ സാമർത്ഥ്യം കൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മളെ ഭാര്യ വിചാരിക്കണ്ടാവും അവളെ സാമർത്ഥ്യവും കഴിവും അവളെ സൗന്ദര്യം ഒക്കെ ഉണ്ടായിട്ടാണ് ഭർത്താവിനെ സ്നേഹിക്കുന്നത്. ഇതൊന്നുമല്ല. ഇതിലൊന്നും ആർക്കും ഒരു ഇടപെടലും ഇല്ല. സത്യത്തിൽ ഇതിന്റെ ഇടയിലുള്ള ബന്ധങ്ങളെ ചേർക്കുന്നവൻ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് അല്ലാഹു പറയുന്നുണ്ട്, ലൗ അൻഫഖത മാ ഫിൽ അർദി ജമീഅൻ മാ അല്ലഫത ബൈന ഖുലൂബിഹിം. ഖുർആൻ അല്ലാഹു പറയാൻ, നബിയെ ലൗ അൻഫഖത മാ ഫിൽ അർദി ജമീഅ, ഭൂമിയിലുള്ളത് മുഴുവൻ താങ്കൾ ചെലവാക്കിയാലും മാ അല്ലഫത ബൈന ഖുലൂബിഹിം, ഈ സഹാബാക്കളുടെ ഹൃദയങ്ങളെ നിങ്ങൾക്ക് ഒന്നാക്കാൻ കഴിയുമായിരുന്നില്ല. വലാകിന്ന അല്ലാഹ അല്ലഫ ബൈനഹും, ഇത് നിങ്ങൾക്ക് ചേർത്ത് തന്നവൻ, ഇണക്കി തന്നവൻ ആരാണ്? അല്ലാഹു. എത്ര നല്ല അഖ്ലാഖിന്റെ ഉടമയാണ് ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എന്റെ ഭാര്യ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്റെ
ഭർത്താവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളൊന്നും അല്ല ആള്, ആരാണ്? അല്ലാഹു. അതുകൊണ്ടാണ് ഒരു സുപ്രഭാതത്തിൽ ഞാൻ ഇയാളെ കൂടെ ജീവിക്കാനില്ല എന്ന് ചിലപ്പോൾ ഭാര്യ പറയും, അല്ലെങ്കിൽ ഭർത്താവ് പറയും. ആ ഒരു അത്ഭുതത്തോടു കൂടി ആൾക്കാർ നോക്കുകയാണ്, എന്താ അവർക്ക് പറ്റിയത്. അതുകൊണ്ട് സ്നേഹം കിട്ടാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിനോ നമ്മൾ അള്ളാനെ വെറുപ്പിച്ചിട്ട് ഒരു കാര്യമില്ല. ഞാൻ പറഞ്ഞു തന്നതിന്റെ രത്നം ചുരുക്കാണ്, നമ്മൾ ആർക്ക് വേണ്ടിയാണ് ജീവിക്കേണ്ടത്. നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടി ജീവിച്ചാൽ എല്ലാ കാര്യത്തിനും ഓർഡറിലാക്കി തരുമാറി അള്ളാഹ്. നമ്മൾ വസ്തുക്കൾക്ക് വേണ്ടി ജീവിച്ചാൽ മൊത്തം ഡിസോർഡർ ആവും ലൈഫ്. പഴയ കാലത്ത് നിങ്ങൾക്കൊക്കെ അറിയാൻ പറ്റും, ഒരു ചെറിയ ചതുരത്തിലുള്ള ഒരു ചെറിയ ഒരു ഇതുണ്ടായിരുന്നു. അതിലിങ്ങനെ ചെറിയ ചാനലുകളായിട്ട് ഒരു കോളങ്ങൾ ഉണ്ടാവും. ഈ റമദാനൊക്കെ വരുമ്പോൾ ഇങ്ങനെ ടൈം പാസിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കി കളിക്കണേ. അതിൽ ചിലപ്പോൾ ആനന്റെ ചിത്രം ഉണ്ടാവും. എന്നിട്ട് അതിങ്ങനെ ശരിയാക്കുക. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, അങ്ങനെ അങ്ങനെ നീക്കി നീക്കി ഒരു കളം മാത്രം ഒഴിവുണ്ടാവും. അതിങ്ങനെ നീക്കി ആന ശരിയാക്കുക. ആന ശരിയാക്കി വരുമ്പോൾ എന്താ ഉണ്ടാവില്ല പറഞ്ഞാൽ, ചിലപ്പോൾ ഒരു കൈ അവിടെ എത്തിയിട്ടുണ്ടാവും ബാക്കിൽ, പിന്നെ അത് ശരിയാക്കി വരുമ്പോൾ വാലിപ്പുറത്ത് എത്തിയിട്ടുണ്ടാവും. ഇതെന്തായാലും ശരിയാക്കിയാൽ ശരിയാവില്ല. പക്ഷെ എന്താ ചെയ്യേണ്ടി പറഞ്ഞാൽ അതിന്റെ ബാക്ക് സൈഡിൽ 1 2 3 4 5 6 7 8 9 0 എന്ന് പറഞ്ഞിട്ട് ഒരു അക്കങ്ങൾ ഉണ്ടാവും. അത് ശരിയാക്കിയാൽ എന്ത് ശരിയാവും പറയും? ബാക്കിൽ ആന ശരിയാവും. ആന ശരിയാക്കാൻ നിന്നാലോ എന്തായാലും ശരിയാവില്ല. ഇതേപോലെ അള്ളാഹുവായിട്ടുള്ള ബന്ധം നന്നാക്കിയാൽ ബാക്കിയൊക്കെ നന്നാക്കി തരും. ആര്? ആര്? അള്ളാഹ് നന്നാക്കി. ബാക്കിയുള്ള ഇതിനെല്ലാം ബന്ധം നന്നാക്കാൻ നടന്നാൽ ആര് നന്നാവൂല? അള്ളാഹുവായിട്ടുള്ള ബന്ധം. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിലുണ്ട്, മൻ അസ്ലഹ ബൈനഹു വബൈന അല്ലാഹ് അസ്ലഹ അല്ലാഹു ബൈനഹു വബൈന അന്നാസ്. ആര് അള്ളാഹുവിന്റെയും അടിമന്റെയും ഇടയിലുള്ള ബന്ധം നന്നാക്കിയോ, എന്നുവെച്ചാൽ എന്റെയും എന്റെ അള്ളാന്റെ ഇടയിലുള്ള ബന്ധം ഞാൻ നന്നാക്കിയാൽ അസ്ലഹ അല്ലാഹു ബൈനിയോ ബൈനഹു വബൈന അന്നാസ്, അവന്റെയും ജനങ്ങളുടെയും ഇടയിലുള്ള ബന്ധം ആര് നന്നാക്കും? അള്ളാഹ് നന്നാക്കും. അതുകൊണ്ട് അള്ളാഹുമായുള്ള ബന്ധം ഉണ്ടാക്കലാണ് ഏറ്റവും വലിയ ലക്ഷ്യം. മഖ്സദ് ഹയാ, ജീവിതത്തിന്റെ ലക്ഷ്യം അള്ളാഹുമായിട്ടുള്ള ബന്ധത്തെ നന്നാക്കലാണ്. ഒരാൾക്ക് അള്ളാഹുമായിട്ട് ബന്ധമില്ലെങ്കിൽ മുഴുവൻ ദുനിയാവ് വിട്ടിട്ട് ഒരു കാര്യമില്ല. ഒരാൾ ചെക്ക് ലീഫില് ചെക്ക് എഴുതി കൊടുക്കണം. ഒരാൾക്ക് പറഞ്ഞു ഞാൻ ചെക്ക് എഴുതി തരാം. അങ്ങനെ അയാൾ ഒരു 0 ഇട്ടു, ഒരു 0. അപ്പൊ ഇയാൾ പറഞ്ഞു ഒന്നും കൂടി ഇട്ടറിയാം. അപ്പൊ അയാൾ ഒന്നും കൂടി ഇട്ടു. അത് കുറച്ചുകൂടി അയാൾ പറഞ്ഞു പ്ലീസ് ഒന്നും കൂടി ഇട്ടു. ഒന്നും കൂടി ഇട്ടു. ഇപ്പൊ എത്രണ്ണായി പറയുന്നത്? എത്രണ്ണായി? 3 എണ്ണായി. അയാൾ പറഞ്ഞു ഒന്നും കൂടി ഇട്ടാൽ. ഒന്നും കൂടി ഇട്ടു. എത്രണ്ണായി? എത്ര രൂപയായി? എത്ര രൂപയായി? ഉറപ്പില്ല. ഒന്നും അതിലെ പൂജ. ഞാൻ ഇവിടെ 5 എണ്ണം ഇടാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും പറയും? അയാൾ ഇട്ട് കൊടുക്കും. കാരണം എന്നാ ഈ പൂജത്തിന് ഒരു കാര്യമില്ല, കുറെ പൂജ ഉണ്ടായിട്ട് എന്താ കാര്യം? അങ്ങനെ ഒരു 8 പൂജ ഇട്ടെന്ന് വിചാരിച്ചോളി. എന്നിട്ട് അയാളോട് പറയണേ ഇനി ഒരു 1 മുന്നിൽ ഇട്ടാടി എന്ന് പറഞ്ഞാൽ അയാളൊരാദ്യം പറ്റില്ല. പൂജ എത്ര വേണമെങ്കിലും തരാം, പക്ഷെ ആ പൂജ കൊണ്ട് ഒരു കാര്യമില്ല. ഒന്നുണ്ടായാൽ പിന്നെ വരുന്ന പൂജയൊക്കെ പറയും. പിന്നെ വരുന്ന പൂജ 10, 100, 1000, 10,000, ലക്ഷം, 10 ലക്ഷം, കോടിക്കൊക്കെ പോകും. എപ്പം? ഒന്നുണ്ടെങ്കിൽ. നമ്മളിന്ന് ചെയ്യുന്നത് ഫുൾ 0 വാരിക്കൂട്ടാണ്. ഫുൾ 0 വാരിക്കൂട്ടാണ്. ആ ഏകനായ അല്ലാഹ് നമ്മളെ കൂടെ ഇല്ല. ജിസ്കെ സാത്ത് അല്ലാഹ് ഹേ ഉസ്കെ സാത്ത് സബ് കുച്ച് ഹേ. ആരെ കൂടെ അല്ലാഹ് ഉണ്ടോ അവന്റെ കൂട്ടത്തിൽ എല്ലാം ഉണ്ട്. സബ് കുച്ച് ഹോനെ കെ ബാവജൂദ് അല്ലാഹ് നഹീ തോ കുച്ച് ഭീ നഹീ. എല്ലാം ഉണ്ട്, ഫുൾ സെറ്റപ്പ് ഉണ്ട്, രാജ്യത്തിന്റെ ഭരണമുണ്ട്. അല്ലാഹ് ഇല്ലെങ്കിൽ ഓന്റെ ഒന്നുമില്ല. കുച്ച് ഭീ ന ഹോനെ കെ ബാവജൂദ് അല്ലാഹ് ഹേ തോ സബ് കുച്ച് ഹേ. ഒന്നുമില്ല ഒരാളെ കയ്യിൽ, അവന്റെ കൂട്ടത്തിൽ അല്ലാഹ് മാത്രമേ ഉള്ളെങ്കിൽ അവന്റെ കൂട്ടത്തിൽ എല്ലാം ഉണ്ട്. അവന്റെ കൂട്ടത്തിൽ എല്ലാം ഉണ്ട്. ഒരു സാധാരണ കഥ പറയുന്നത് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി. ഒരു രാജാവിന് 4 ഭാര്യമാരുണ്ട്. അങ്ങനെ 4 ഭാര്യമാരെ ഓരോ ദിവസം അയാൾ വിളിച്ചു. അയാൾക്ക് വയസ്സായിട്ടുണ്ട്. അയാൾ വിളിച്ചു. കുറച്ചേരം ഇന്ന് അവരോട് 4 ആളോട് കൂടി ഇന്ന് സംസാരിച്ചു. എനിക്ക് വയസ്സായിട്ടുണ്ട്, നിങ്ങളെ കാര്യങ്ങളൊക്കെ നടക്കാൻ ബാക്കിയുള്ളവരൊക്കെ ഖജനാവുണ്ട്. ഞാൻ എന്താ 1 മണിക്കൂർ ഖജനാവ് ഫുള്ള് രത്നത്തിന്റെ, പൗഴങ്ങളുടെ, സമ്പത്തിന്റെ മുഴുവൻ കലവറകളായ ഖജനാവുകൾ മൊത്തം 1 അവറിന് 1 മണിക്കൂർ നിങ്ങൾക്ക് വേണ്ടി തുറന്നു തരാം. 1 മണിക്കൂർ കൊണ്ട് നിങ്ങൾ എന്തൊക്കെ നേടിയെടുക്കുവാൻ, അത് മുഴുവൻ നിങ്ങൾക്കുള്ളതാണ്.
അതുകൊണ്ട് നിങ്ങൾ സമയം പാഴാക്കണ്ട. ഒരു ബെല്ലടിക്കും, അപ്പൊ വേഗം പോവുക, വാരുക, അടുത്ത ബെല്ലടിക്കുമ്പോൾ പുറത്തേക്ക് വരിക. അങ്ങനെ കാത്തുനിന്നു. ബെല്ലടിച്ചു, ഓടി. കാരണം ഇയാളെ ഏതായാലും പോവാണ്. ഫുള്ള് വാരാനുള്ളതിൽ ഓടി, വാരലും ഭയങ്കര വാരലൊക്കെ. ഒരു സ്ത്രീ മാത്രം പോകില്ല. 3 ആൾ ഓടി, ഒരാൾ ഓടിയില്ല. അപ്പൊ ഇയാൾ ചോദിച്ചു, നീ എന്താ വാരില്ലേ, എനിക്ക് വേണ്ടേ, 1 മണിക്കൂറേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ആ സ്ത്രീ പറഞ്ഞു, എനിക്ക് നിങ്ങളെ മതി. ആര് തല വഹിച്ചു തന്നു? എനിക്ക് നിങ്ങളെ മതി. ആരെ മതി? രാജാവിനെ മതി. മറ്റവരൊക്കെ ഓടി 1 മണിക്കൂർ കൊണ്ട് ലോഡെടുത്ത് വന്നു, ബാക്കി കഴിഞ്ഞു. ബാക്കിയുള്ളൊക്കെ ആരുതാണ്? ബാക്കിയുള്ള രാജാവിൻ്റെതാണ്. രാജാവിനെ കിട്ടിയവർക്കെല്ലാം കിട്ടി. ഇതേപോലെ മനുഷ്യർ രാവിലെ മുതൽ അള്ളാനെ ഒഴിവാക്കി ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നിസ്കരിക്കാത്തതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് തിരക്കാണ്. ഓർമ്മ ജോലി ചെയ്യുന്നത്. നിസ്കരിക്കാൻ പോകുമ്പോൾ എന്തായാലും 1/2 മണിക്കൂർ പോവും, അത്ര ഡോളർ പോവും, പിന്നെ ആകെ പ്രശ്നമാവും. അങ്ങനെ കുട്ടികളെ പഠന പ്രശ്നമാവും, വീടിന്റെ വാടക പ്രശ്നമാവും, മൊത്തം പ്രശ്നമാവും. അതുകൊണ്ട് നിസ്കാരമൊക്കെ അള്ളാഹ്ക്ക് അറിയില്ല എന്നാണ് നമ്മൾ ചോദിക്കല്. എന്ത്? നമ്മളതൊരു നല്ല ഡയലോഗാണ്. നമ്മളെ കഷ്ടപ്പാടൊക്കെ ആർക്കറിയാം? അറിവായി അള്ളാഹ്ക്ക് അറിയില്ലേ? അള്ളാഹ്ക്ക് നമ്മളെ പറ്റി ഒരു ഐഡിയ ഇല്ല. ഇത് മാത്രമേ അള്ളാഹ്ക്ക് അറിയുള്ളൂ. നമ്മൾ പറയണം, അള്ളാഹ്ക്ക് അറിയില്ലേ കുട്ടികളെ നോക്കാനാണ് ഞാൻ ഈ ഓടുന്നത് എന്ന് അള്ളാഹ്ക്ക് അറിയില്ലേ? എന്റെ കടം അള്ളാഹ്ക്ക് അറിയില്ലേ? എന്റെ വീടിന്റെ പ്രശ്നം അള്ളാഹ്ക്ക് അറിയില്ലേ? അപ്പൊ ഇതൊക്കെ അറിയുന്ന അള്ളാഹ് എന്താ നമ്മളോട് പറഞ്ഞത്? ഇന്ന സ്വലാത്ത കാനത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. നാട്ടിലൊക്കെ നിസ്കാര സമയത്തിന്റെ ബോർഡുമേൽ ഈ ആയത്തുണ്ടാവും. ഇന്ന സ്വലാത്ത കാനത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. നിശ്ചയ നമസ്കാരം സമയനിർണിതമായി ഓരോരുത്തരുടെ മേൽ നിർബന്ധമാക്കിയതാണ്. 17 റക്അത്ത് നിർബന്ധമായിട്ട് നിസ്കരിക്കണം. 17 റക്അത്ത്. അല്ലാഹു തആലക്ക് ഇങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു, ഓസ്ട്രേലിയയിൽ നിങ്ങൾ ഭയങ്കര തിരക്കിലുള്ളത്, നിങ്ങൾ ഭയങ്കര ബിസിയിലുള്ളത്, പിന്നെ രാവ് കൂടുതൽ പകല് കൂടുതൽ, അങ്ങനെയൊക്കെയുള്ള പല അവസ്ഥകൾ മാറ്റേണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ രാവിലെ പകലിലെ എപ്പോഴെങ്കിലും ആയിട്ട് ഒരു ഡേ നൈറ്റിന്റെ ഇടയിൽ ഒരു 17 റക്അത്ത് എപ്പോഴെങ്കിലും നിസ്കരിച്ച് തന്നാൽ മതി എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. ആർക്ക്? അല്ലാഹു തആല. പക്ഷെ അല്ലാഹു തആല അങ്ങനെ പറഞ്ഞില്ല. അല്ലാഹു തആല പറഞ്ഞു, നല്ല ഉറക്കിന്റെ നല്ല ടൈമിൽ പറഞ്ഞു, എഴുന്നേക്ക്. അപ്പൊ ബാങ്കിൽ ഒരു കെലിമ കൂടി ആഡ് ചെയ്തു, എക്സ്ട്രാ. അസ്സലാത്തു ഖൈറും മിനൻ നൗം. നിങ്ങൾ ഉറങ്ങുന്നുണ്ടെങ്കിൽ ഉറക്കിനേക്കാളും ശ്രേഷ്ഠ നിസ്കാരാണ്, എഴുന്നേറ്റോട് വിട്ടോളി. അപ്പൊ 4 നിസ്കരിക്കാൻ പറഞ്ഞില്ല. പറഞ്ഞോ? 4 നിസ്കരിക്കണ്ട. എത്ര മതി? അറിയോ? 2 നിസ്കരിച്ചാൽ മതിയാണ്. അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ചു നേരം നിന്നു. നമ്മൾ ഓഫീസിൽ ഓടാൻ തുടങ്ങി. നമ്മൾ ഓട്ടം ബാക്കി കാര്യങ്ങളൊക്കെ ആയി. വെയിൽ ചൂടായി, പണി ചൂടായി. അപ്പൊ നമ്മളോട് പറയണേ, ഇതാ ദൂറിന്റെ സമയമായി, ഒന്ന് സ്റ്റോപ്പ് ചെയ്യും, ഒരു 4 റക്അത്ത് നിസ്കരിച്ചിട്ട് ബാക്കി തുടങ്ങാം. അപ്പൊ നമ്മൾ പറയണേ, ഞാൻ ഇവിടെ നിന്നാല് അവിടെ ഇതാവും, കടക്കല്, ഓഫീസ്, അത് ഇത് പ്രശ്നമൊക്കെ. ആരോട് പറയണേ? ആരോട് പറഞ്ഞേ? അല്ലാണ്ട് നമ്മളൊരു കഴിയില്ല നമ്മൾ പറയണം. അല്ല പറയണേ, ഇനി നീ വരൂല എന്ന് എനിക്ക് അറിയണ്ടേ. വിളിച്ചാൽ നീ വരൂലേ. അതാണ് ഹയ്യ അല സ്വലാ ഹയ്യ അലൽ ഫലാഹ്. നമസ്കാരത്തിലേക്ക് വരും, വിജയത്തിലേക്ക് വരും. മുഅദ്ദിന്റെ ബാങ്കിന്റെ ശബ്ദം എന്താ? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ചെവിയിൽ കൈവച്ചിട്ടാണ് ബാങ്ക് കൊടുക്കല്. നാട്ടിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും, ചെവിയിലൊക്കെ ബാങ്ക് കൈ വെച്ചിട്ട് ഉറക്ക വിളിക്കുന്നുണ്ടാവും, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. എന്താ മുഅദ്ദിൻ വിളിക്കുന്നത്? അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ, അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ. ബാങ്ക് കേൾക്കുന്ന ആളെന്താ പറയേണ്ടത്? അത് തന്നെയാണ് പറയേണ്ടത്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. മുഅദ്ദിൻ സാഹിബ് ചെവിയിൽ വിരല് വെച്ചത് തന്നെ ഇതിനാണ്. എന്തിന്? ഞാൻ ഈ പറഞ്ഞ പ്രശ്നം, നിങ്ങൾക്കൊക്കെ പ്രശ്നം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോണത്. അതുകൊണ്ട് നിങ്ങൾക്ക് പലതും എന്നോട് പറയാണ്ടാവും. ഇവിടെ കടയിൽ ആളില്ല, ഇവിടെ വീട്ടിൽ ആളില്ല, എന്റെ വണ്ടി നിർത്തിയിട്ടാൽ എനിക്ക് വാടക കൊടുക്കാൻ കഴിയില്ല, ഈ വീടിന്റെ വാടക കൊടുക്കാണ്ട് അവിടെ പ്രശ്നമാണ്, ഇവിടെ പ്രശ്നമാണ്. അതുകൊണ്ട് നിങ്ങൾ ഇപ്പൊ വിളിച്ചിട്ട് കാര്യമില്ല, എനിക്ക് ഇപ്പൊ വരാൻ പറ്റൂല എന്ന് നിങ്ങൾ പറയുന്നുണ്ടാവും. അതുകൊണ്ട് മുഅദ്ദിൻ ആദ്യം തന്നെ പറയാണ്, നിങ്ങൾ പറഞ്ഞതൊന്നും എനിക്ക് കേൾക്കണ്ട. അതുകൊണ്ട് മൂപ്പര് ആദ്യം തന്നെ ചെവി ഒത്തുകയാണ്. എന്നിട്ടാണ് മൂപ്പര് പറഞ്ഞത് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. എനിക്ക് നിങ്ങൾ പറഞ്ഞൊന്നും കേൾക്കണ്ട, ഞാൻ പറഞ്ഞ നിങ്ങൾ കേട്ടോളി. അപ്പൊ നമ്മളോട് നിർത്തുന്ന ശാസ്ത്രങ്ങൾ പറഞ്ഞത് മുഅദ്ദിൻ പറഞ്ഞതുപോലെ നിങ്ങൾ പറയും. അപ്പൊ നമ്മൾ പറയണം, മുഅദ്ദിൻ ശാസ്ത്രങ്ങൾ മാത്രമല്ല അല്ലാഹു വല്യോന്ന് പറഞ്ഞത്, ഞങ്ങളൊക്കെ എന്തിന്റെ ആൾക്കാർ തന്നെയാണ്. അറിവായി? അതാണ് നമ്മൾ പറഞ്ഞത് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. മുഅദ്ദിൻ പറയും അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയും. അപ്പൊ ഞാൻ സാക്ഷി, നശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നല്ല ബാങ്കിന്റെ അൽഫാം. അശ്ഹദു, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. മുഅദ്ദിൻ ഒറ്റക്ക പറഞ്ഞു.
അപ്പൊ നമ്മൾ പറയാൻ മോദി സാഹിബ് നിങ്ങൾ മാത്രമല്ല ഇതിന്റെ ആള്, നമ്മളൊക്കെ അതിന്റെ ആൾ തന്നെയാണ്, ഞാനും സാക്ഷി വഹിക്കാൻ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പൊ മോദി പറയും ഓഹോ അങ്ങനെയാണല്ലേ, എന്നാ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, എന്റെ ജീവിതത്തിന്റെ വഴി കാണിക്കാൻ എനിക്കൊരു പ്രവാചകനേ ഉള്ളൂ, ആ പ്രവാചകന്റെ വഴിയിലൂടെ എന്റെ ജീവിതം ഉള്ളൂ എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നുണ്ട് എന്ന് മോദി പറയുമ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ മോദി സാബ് നമ്മളും അതിന്റെ ആൾ തന്നെയാണ്, അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് 2 പ്രാവശ്യം പറയും. അപ്പൊ മോദി ചോദിക്കും ഓഹോ ഇതിലൊക്കെ നമ്മളൊക്കെ ബറാബറാണല്ലേ, എന്നാ ഇനിയിപ്പൊ സമയായിട്ടോ, ഹയ്യ അലസ് സ്വലാഹ്, നിസ്കാരത്തിലേക്ക് വരീൻ. അപ്പൊ നമ്മളെന്താ പറയല്, നമ്മൾ പറയും ഞങ്ങളുടെ ഒരു ഫംഗ്ഷനിലുള്ളത്, ഞങ്ങൾ 10-30 ആൾക്കാർ ഇവിടെ ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഇങ്ങോട്ട് പോരി, നിങ്ങൾ ഒരാളല്ല അവിടെ ഒറ്റക്കല്ലേ ഉള്ളൂ, നിങ്ങൾ ഇങ്ങോട്ട് പോരി, ഹയ്യ അലസ് സ്വലാഹ് നമ്മൾ പറയല്ലോ. അവിടെ നമ്മൾ വിട്ടു, മോദി പറഞ്ഞ പോലല്ല പറഞ്ഞ, നമ്മൾ വാക്ക് വിട്ടു. നമ്മൾ പറഞ്ഞത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അസീം, ഉന്നതനും മഹാനുമായ അള്ളാഹുവിനെ കൊണ്ടല്ലാതെ നന്മ ചെയ്യാനോ തിന്മേന്ന് മാറി നിൽക്കാനോ സാധിക്കൂല, എനിക്ക് കഴിയില്ല. അതുകൊണ്ട് പടച്ചവനെ മുഅദ്ദിന്റെ വിളിക്ക് ഉത്തരം ചെയ്യാൻ എനിക്ക് തൗഫീഖ് തരണേ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ. 2 പ്രാവശ്യം പറയും. അപ്പോൾ നമ്മൾ തന്നെ പറയും, മോദി വീണ്ടും പറയും ഹയ്യ അലൽ ഫലാഹ്, നിങ്ങളെ ചക്കാത്തിലേക്ക് വിളിക്കല്ലേ, ഞാൻ വെറുതെ വിളിക്കല്ലേ, ഞാൻ ഫലാഹിലേക്കാണ്, വിജയത്തിലേക്കാണ് വിളിക്കുന്നത്. അറബി വാക്കാണ് ഫലാഹ്. ഹയ്യ അലൽ ഫലാഹ് ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. ഫലാഹ് എന്ന അറബി വാക്കിന്റെ അർത്ഥം ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും വിജയത്തിനാണ് എന്ത് പറയല്, ഫലാഹ് എന്ന് പറയും. ഒരു ലോകത്തിന്റെ വിജയത്തിനല്ല, 2 ലോകത്തിന്റെ വിജയത്തിനാണ് ഫലാഹ് പറയല്. ഈ ഫലാഹ് മുഅദ്ദിൻ പറയാണ്, നിങ്ങളെ ദുനിയാവും നിങ്ങൾ ആഖിറവും രക്ഷപ്പെടാനുള്ള വിജയത്തിലേക്കാണ് ഞാൻ നിങ്ങളെ വിളിക്കുന്നത്, ഇങ്ങോട്ട് പോരി. അപ്പോൾ നമ്മൾ പറയണേ അതൊക്കെ ഓക്കെയാണ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഞാൻ വിചാരിച്ച പോലെ എനിക്ക് നടക്കൂലല്ലോ, അതുകൊണ്ട് പടച്ചവൻ എനിക്ക് തൗഫീഖ് തരണേ. എന്നിട്ട് മുഅദ്ദിൻ പറയാണ് അതൊക്കെ ഓക്കെയാണ്, സംഗതി ഞാൻ സംസ്കാരത്തിലൊക്കെ വിളിച്ചു, ഇനി ഒരു കാര്യങ്ങൾ മറക്കണ്ടട്ടോ, എന്റെ ട്രിപ്പാണ് വലുത്, അല്ലെങ്കിൽ എന്റെ കടയാണ് വലുത്, അല്ലെങ്കിൽ എന്റെ ഇതാണ് വലുത്, എന്റെ മകന്റെ സ്കൂളാണ് എനിക്ക് വലുത് എന്നൊന്നും പറഞ്ഞ് നിൽക്കണ്ട. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. വലിയവനെന്നും ആരെന്നെയാണ്, അള്ളന്നെയാണ്. നിങ്ങളവിടെ എത്തിച്ചവനും നിങ്ങൾക്ക് ഈ സത്യമൊക്കെ ഉണ്ടാക്കി തന്നവൻ ആരെന്നെയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹ് പറയില്ലാട്ടോ. അതാണ് മോദി പറഞ്ഞത്. സത്യത്തിൽ ഈ വീട് ഡെയിലി നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായി നിസ്കരിക്കാൻ കഴിയില്ല. ഇത് അള്ളാന്റെ വിളിയാണ്, ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കില്ല. ഏത് അള്ളാഹു? നമ്മളെ ഹൃദയത്തെ പഠിപ്പിക്കണവൻ, നമ്മളെ കിഡ്നിയെ പ്രവർത്തനം നടത്തി തരുന്നവൻ. നമ്മളൊറ്റ ആലോചിക്കുക, ഡയാലിസിസ് സെന്ററിന് പൈസ കൊടുക്കുന്ന ആൾക്കാരായിരിക്കും നിങ്ങൾ. ഡയാലിസിസ് സെന്റർ നിങ്ങൾ പോയി നോക്കിയിട്ടുണ്ടാവും. CHD ബാക്കിയിലൊക്കെ ഒരുപാട് ഡയാലിസിസ് സെന്ററുകൾ ഉണ്ട് നാട്ടിൽ. ഡയാലിസിസ് സെന്റർ പോയിക്കാൻ വലിയ വലിയ മിഷനറികൾ ഉണ്ട്, മണിക്കൂറുകൾ പോയി കടന്നു കൊടുക്കണം. അത് മിഷനറിനെ വലുതാണ്. പിന്നെ അതിന്റെ പവർ വേണം. പവർ ഒന്നുകിൽ ജനറേറ്റർ ആയിരിക്കും, ജനറേറ്റർ എത്ര വലിപ്പുണ്ടാവും, അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇലക്ട്രിസിറ്റി ആയിരിക്കും. ഇലക്ട്രിസിറ്റി ഉണ്ടെങ്കിൽ മൂലമറ്റത്തുള്ള ടവർ, മൂലമറ്റത്തുള്ള അതിന്റെ ജനറേറ്ററുകൾ വേണം. വലിയ വലിയ ജനറേറ്ററുകളാണ് അവിടെ ഉള്ളത്, അവിടെ സപ്ലൈ ചെയ്തിട്ടാണ് ഇവിടെ എത്തുന്നത്. അതൊക്കെ ഉണ്ടെങ്കിലേ ഈ കിഡ്നിന്റെ മിഷനറി വർക്ക് ചെയ്യുള്ളൂ. നിങ്ങൾ ജനറേറ്റർ സങ്കല്പിച്ചോളി. അപ്പൊ വലിയ ജനറേറ്റർ, പിന്നെ ഈ കിഡ്നിന്റെ മിഷനറി, അതിന് മണിക്കൂറുകൾ കടന്നു കൊടുക്കണം, അതിന് വെള്ളം വേണം. ഈ സംവിധാനമൊക്കെ ഉണ്ടായിട്ടാണ് 1 മണിക്കൂർ, 3 മണിക്കൂറോ 4 മണിക്കൂറോ വരെ ഡയാലിസിസ് ചെയ്യുന്നത്. എന്നാൽ തന്നെ ഭയങ്കര ക്ഷീണമായിരിക്കും. ആർക്ക്? ആ രോഗിക്ക്. ഡയാലിസിസ് ചെയ്ത് 1 ദിവസം 2 ദിവസമൊക്കെ കഴിയുമ്പോഴാണ് രോഗി പിന്നെയും ഒരു അവസ്ഥയിലേക്ക് എത്തുക. അപ്പോഴേക്കടുത്ത് ചെയ്യാൻ അള്ളാഹ് എല്ലാവരും കാക്കുമാറാവട്ടെ. നമ്മൾ ഒറ്റയ്ക്ക് ആലോചിച്ച് നോക്കി, ഇതിപ്പം പണി നടക്കില്ലേ? ആരാണ് ഇതിന്റെ ആള്? ഇത് നിങ്ങൾ എത്ര മണിക്കൂർ കടന്നു കൊടുക്കല്ലേ? നമ്മൾ കൊക്കോള കറുത്ത കളറിലാണ് കുടിക്കുന്നുണ്ട്, വേറെ കളറുകൾ കുടിക്കുന്നുണ്ട്, കിട്ടുന്നതൊക്കെ തിന്നുന്നുണ്ട്. നിങ്ങൾ ഒറ്റയ്ക്ക് ആലോചിച്ച് നോക്കി, നമ്മളെ ഫ്രിഡ്ജിൽ അങ്ങനൊക്കെ കൊണ്ടുപോയി വെച്ചാൽ നമ്മളെന്താ പറയാ, ചൂടുള്ള ചായ ഫ്രിഡ്ജിൽ തന്നെ പറയാം. നമ്മളൊരു ചൂടാറട്ടെ എന്ന് പറയും. പറയില്ലേ, സ്ത്രീകൾക്കൊക്കെ അറിയാം, കറി ചൂടുണ്ടെങ്കിൽ ആറിറ്റ് വെക്കാന്ന് പറയും. നമ്മൾ കിട്ടുന്നത് മധുരമുള്ളതും പുളിയുള്ളതും കയ്പുള്ളതും ഫുള്ളിടാണ്. ഇതിലൊക്കെ വേർതിരിച്ച് രക്തത്തിന് രക്തം, ബാക്കിയുള്ളത് വേസ്റ്റ് ആയിട്ടൊക്കെ കൊണ്ടുപോവാണ്. നമ്മളൊന്നും അറിയില്ല. വണ്ടി ഓട്ടണം, ചോറുന്നിട്ട് വണ്ടി ഓട്ടിയാൽ മതി, ബാക്കി പണിയൊക്കെ ആര് നടത്തുന്നുണ്ട്? നമ്മൾ പറയണം 1/4 മണിക്കൂർ ഇനി ദഹിക്കാൻ നിന്ന് കൊടുക്കണം, വെള്ളം കുടിച്ചാൽ അത് ദഹിക്കണമെങ്കിൽ 1/2 മണിക്കൂർ നിന്ന് കൊടുക്കണം എന്ന് പറഞ്ഞാൽ എന്തൊക്കെ നമ്മളെ അവസ്ഥ നിങ്ങൾ പറയും. നമ്മളത് ചെയ്തിട്ട് എല്ലാ പണിയും ചെയ്യുന്നുണ്ട്, കടന്ന് ഉറങ്ങുന്നുണ്ട്.
അപ്പോഴൊക്കെ ഈ പണി ചെയ്യിച്ചത് വൃത്തിയാക്കി കൊണ്ടടക്കണ ഒരു ഖാലിക്കായ അള്ളാനെ അറിയാതെ ഈ മനുഷ്യൻ മൃഗം ജീവിക്കണമായി ജീവിച്ചു. അവന് സുജൂദ് ചെയ്യാതെ മരിച്ചു പോയാൽ അവനെക്കാളും വലിയ അക്രമി, അവനെക്കാളും വലിയ തമ്മാടി ആരാളുള്ളത്? ഓനെ പിന്നെ സ്വർഗത്തിലാടണ്ടേ നരകത്തിലാടണ്ടേ? ഇത് മനസ്സിലാക്കാനാണ് ഖുർആൻ വന്നത്. ഇത് മനസ്സിലാക്കി തരാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ചത്. നിങ്ങൾ നിങ്ങളുടെ നഫ്സിനെ മനസ്സിലാക്കി. ഡയാലിസ് ചെയ്ത ഒരു മനുഷ്യനോട് പറയാണ്, നിങ്ങൾക്ക് മെൽബണിലെ വലിയ ബിൽഡിംഗ് തരാറാണ്. അയാൾ പറയും, എനിക്ക് അതല്ല വേണ്ടത്, എനിക്ക് ഇതെങ്ങനെ ശരിയായി കിട്ടിയാൽ മതി. ആണോ അല്ലേ? നിങ്ങൾ പറയും ബിൽഡിംഗ് കിട്ടിയിട്ട് എന്താ കാര്യം പോയി? മര്യാദക്ക് തിന്നാൻ പറ്റില്ല, മര്യാദക്ക് കുടിക്കാൻ പറ്റില്ല. അതാകട്ടെ, ഞാൻ ഇതേമാതിരി ഒരു സദസ്സിൽ ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഒരു കിഡ്നി 2 പ്രാവശ്യം മാറ്റി വെച്ച മലപ്പുറത്തെ ഒരു കൂട്ടുകാരനെ അടുത്ത് മരിച്ചു. അള്ളാഹുവിന്റെ കബറിനെ സുഖത്തെ പാകട്ടെ. ചെറുപ്പക്കാരനാണ്, 55 വയസ്സെങ്കിലും. ആ മലപ്പുറത്ത് നമ്മളെ അവിടെ കച്ചവടം ചെയ്യുന്നതിന് പയ്യന്റെ. അപ്പോൾ അവനോട് വന്നിട്ട് പറഞ്ഞു, പുസ്തകങ്ങൾ പറഞ്ഞ ഈ കിഡ്നി എന്നൊന്ന് പറഞ്ഞതിന്റെ രഹസ്യം എന്താ നിങ്ങൾക്ക് അറിയിച്ചു? അവൻ്റെ ആദ്യം ഒന്ന് മാറ്റി വെച്ച് കോയമ്പത്തൂർന്ന്. അതിന് വേണ്ടിയിട്ട് ഞാൻ 6 മാസം അവിടെ ഹോസ്പിറ്റലൊക്കെ കിടന്നിരുന്നു. അത് ക്ലിക്കായി, അത് ശരിയായി ഇങ്ങനെ വന്നപ്പോൾ തന്നെ വീണ്ടും ഫെയിലായി. വീണ്ടും ഒന്ന് മാറ്റി വെച്ചു, 2 മാറ്റി വെച്ചു, അതും ഫെയിലായി. പിന്നെ ഡയാലിസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവനോട് പറഞ്ഞതാണ്, വെള്ളം ദാഹിക്കുക എന്നുള്ളൊരു സിസ്റ്റം മനുഷ്യന്റെ ശരീരത്തിൽ കിട്ടില്ലേ? അത് നമുക്കറിയില്ല എവിടുന്ന് എപ്പോഴാണ് ഉണ്ടാകുന്നത്. നമുക്ക് ദാഹിക്കാൻ, അപ്പൊ നമ്മൾ കുപ്പി വെള്ളമൊക്കെ അന്വേഷിക്കാൻ, നമ്മൾ കുടിക്കാൻ ബസ്, അപ്പൊ നമ്മളെ ദാഹം ശമിക്കാൻ. അവൻ പറയാൻ ആ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. കിഡ്നി വേറെ ഫംഗ്ഷനാണ്, അതിന് ദാഹം സ്റ്റോപ്പ് ചെയ്യാൻ അറിയില്ല. അതുകൊണ്ട് തന്നെ കിഡ്നി രോഗികളായ ഡയാലിസിസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരോട് ഡോക്ടർമാർ പറയും, നിങ്ങൾ ഇത്ര ലിറ്റർ വെള്ളം കുടിക്കാവൂ, 1.5 ലിറ്റർ 2 ലിറ്റർ വെള്ളമൊക്കെ നിങ്ങൾ കുടിക്കാവൂ, വെള്ളം കൂടുതൽ കുടിക്കരുത്, അത് ഭയങ്കര പ്രശ്നമാണ്. അത് ഇവർക്ക് ഡയാലിസിസ് ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാവും, വെള്ളത്തിന്റെ അളവ് കൂടിയിട്ടുണ്ടാവും, ആകെ പ്രശ്നമാണ്. അതുകൊണ്ട് വെള്ളം കൊടുക്കാൻ സമ്മതിക്കൂല. ഓരോ ബന്ധുക്കളൊക്കെ വിളിച്ചിട്ട് പറയും, നിങ്ങൾ വെള്ളം കൊടുക്കരുത്. അങ്ങനെ വീട്ടുകാരൊക്കെ ദാഹിച്ചാലും കൂടി ആർക്കും വെള്ളം കൊടുക്കൂല. പറയും, വെള്ളത്തിന് പൈസ തന്നെ മുടക്കുന്നുണ്ടായിട്ടല്ല മലപ്പുറത്ത്, ആണോ? അല്ലെങ്കിൽ നമ്മളെ കേരളത്തിലോ അല്ലെങ്കിൽ ഇവിടെ ഒന്നും വെള്ളത്തിന് മുടക്കില്ലല്ലോ കുടിക്കാൻ. ഏത് ഉമ്മക്കും കൊടുത്തൂടെ? പക്ഷെ ഉമ്മ കൊടുക്കൂല, 1/2 ഗ്ലാസ് കൊടുക്കും, കുറച്ച് കൊടുക്കും. ഇവന്റെ ദാഹം തീർന്നിട്ടുണ്ടാവില്ല. എന്നിട്ട് ഇവനോട് പറയാണ്, ആളുകള് ബാത്റൂമിൽ കയറുമ്പോൾ ബാത്റൂമിൽ നിന്ന് വെള്ളം കുടിക്കും. ഇഞ്ഞൊന്ന് നെഞ്ഞത്ത് കൈവച്ച് ഒറ്റ കാലിക്കും, ഞാൻ ആരാണ് നിങ്ങൾ ആലോചിച്ചു. നമ്മളോട് നമ്മളെ റബ്ബ് ഇത്ര വലിയ കരുണ കാണിക്കേണ്ടത് നിങ്ങൾ ആലോചിച്ചു. ഈ അള്ളാനെ മറന്നിട്ടാണ് നമ്മൾ കൂടുന്നത്. ഈ അള്ള വിളിച്ചിട്ട് എനിക്ക് സമയമില്ല എന്ന് പറയാനേ. എന്നിട്ട് നാളെ ഈ അള്ളാന്റെ മുമ്പിൽ നമ്മൾ പോകുമ്പോൾ നമ്മളെന്തോ സംഭവം നമുക്ക് കുച്ചിപ്പിന്നെ, നമ്മളൊന്നുമല്ല, നമ്മളെ റബ്ബ് കൊണ്ടെടുക്കണം. അതുകൊണ്ട് ഭൂമിന്റെ ഏത് മൂലയിലെത്തിയാലും തന്റെ റബ്ബായ ഖാലിക്കായ അള്ളാനെ മറക്കണം. ഇതാണ് നമ്മുടെ സന്ദേശം. അള്ളാനെ നമ്മളറിയണം. നമ്മളെ കൊണ്ടെടുക്കുന്നത് അള്ളാഹ്. നമ്മളെ ഭാര്യ മക്കളെ നമ്മൾ കൊണ്ടെടുക്കല്ല, നമ്മളെന്നെ ആരാ കൊണ്ടെടുക്കണേ? അള്ളാഹു. ഇതിനൊക്കെ ചെറിയ ചെറിയ വേരിയേഷൻ വന്നാൽ മനുഷ്യൻ കൂടുന്നു, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു 25 വയസ്സിൽ നല്ല ഫുട്ബോളൊക്കെ കളിച്ചുകൊണ്ടിരുന്ന ഒരു പയ്യുണ്ട്, എൻ്റെ കുടുംബത്തിലുള്ള കുട്ടിയാണ്. അവൻ കല്യാണം കഴിഞ്ഞ് ഗൾഫിൽ നിന്ന് വന്നിട്ട് ഗൾഫിൽ കളിച്ചുകൊണ്ടിരുന്നു. റിയാദിൽ നാട്ടിൽ വന്ന് കല്യാണം കഴിഞ്ഞൊരു 4-5 മാസം കഴിഞ്ഞപ്പോൾ അവൻ നാട്ടിൽ ലീവിലാണ്. പെട്ടെന്ന് അടുത്താളെന്ന് നല്ല കളിച്ച ബോഡി ഫിറ്റായ ആളാണ്. ഗൾഫിലും കളിക്കും, നാട്ടിൽ വന്നാലും കളിക്കും. അവൻ്റെ മെയിൻ ഹോബി കളിക്കലാണ്. നല്ല ഫുട്ബോൾ കളിക്കാനാണ്. അടുത്താളെന്ന് അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, ബേബി ഉമ്മറിൽ കൊണ്ടുപോയി. അവനെ ചെക്ക് ചെയ്തു. ഫുൾ ചെക്ക് ചെയ്തപ്പോൾ മനസ്സിലായത് ഞരമ്പിന് ഒരു കവറുണ്ട്, വയറിനൊക്കെ കവറുള്ളത് പോലെ ഞരമ്പിന് ഒരു സൈസ് കോട്ടിങ് ഉണ്ട്. ആ കോട്ടിങ് ഇവന്റെ ദ്രവിച്ചു പോവാണ്, അങ്ങനെ തളർന്നു പോവാണ്. 1.5 കൊല്ലം കാലിക്കറ്റ് ബേബി ഉമ്മറിൽ നിന്ന് ചികിത്സിച്ച് ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്തു. അപ്പോൾ മസിൽ വീക്കായി, പിന്നെ അങ്ങനെ ഡെവലപ്പ് ചെയ്ത് നിന്ന് പതുക്കെ നടക്കൽ കാര്യങ്ങളൊക്കെ ആയി. അപ്പോഴേക്കും 4 മാസമായിട്ടുള്ള കല്യാണം കഴിച്ചിട്ട് ഓട് പോയി. കാരണം ഓട് തമ്മിൽ അത്ര ബന്ധമായിട്ടുള്ളൂ. ഓടിഞ്ഞൊരു ജീവിതം പാഴക്കണ്ട, ചോടാവൊക്കെ കിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഞരമ്പിന് കവറുണ്ട് എന്ന് അന്ന് അറിയുന്നത് അന്നാണ് ഞാൻ അറിയുന്നത്. ഈ ഇരിക്കണ നമുക്കൊക്കെ അതറിയോ? നിങ്ങൾ പറയും നമ്മളെ ഞരമ്പ് എവിടെയാണ്, നമ്മളെ രക്തം എവിടെയാണ്. അതുകൊണ്ട് നമ്മൾ അള്ളാനെ അറിയണം കേട്ടോ. അവൻ പറഞ്ഞത് മാത്രം അനുസരിച്ച് ജീവിച്ചാൽ ഏത് ഭൂമിയിലായാലും അള്ളാഹുവിൻ്റെ തൃപ്തിയുടെ സ്വർഗത്തിലെത്തും. ആണും പെണ്ണും അള്ളാഹ്ക്ക് സമാനം. ഇതിൽ ആണിന് പ്രത്യേക നിയമം, പെണ്ണിന് പ്രത്യേക നിയമമില്ല. അള്ളാനെ അറിയണം. അള്ളാഹ് പറഞ്ഞതുപോലെ ജീവിക്കുക. എല്ലാം അള്ളാഹ് അനുവദിച്ച് തന്നിട്ടുണ്ട്.
നമ്മൾ ഒറ്റ കാലേക്ക് തിന്നാനുള്ളതാണോ കൂടുതലുള്ളത്, തിന്നണ്ടാത്തതാണോ കൂടുതലുള്ളത്? ഏതാ കൂടുതൽ? തിന്നാൻ അനുവാദമുള്ളതാണ് കൂടുതലുള്ളത്, ആണോ അല്ലേ? തിന്നണ്ടെന്ന് പറഞ്ഞ കുറച്ചേ ഉള്ളൂ. കുടിക്കാൻ അനുവാദമുള്ളതാണ് കൂടുതലുള്ളത്, കുടിക്കണ്ടെന്ന് പറഞ്ഞ കുറച്ചേ ഉള്ളൂ. കാണാൻ അനുവാദമുള്ളതാണ് കൂടുതലുള്ളത്, കാണണ്ടെന്ന് പറഞ്ഞ കുറച്ചേ ഉള്ളൂ. പക്ഷെ നമ്മൾ പറയണമെന്ന് പറഞ്ഞാൽ പറ്റില്ല, എനിക്കൊക്കെ അങ്ങനെയൊക്കെ കഴിയുള്ളൂ. എത്ര വലിയ അക്രമമാണ്. പരീക്ഷിക്കാനാണ് അള്ളാഹു ചെയ്യുന്നത്, അല്ലാതെ മുഴുവൻ ഹലാലാക്കി തരാൻ അള്ളാഹ്ക്ക് ഒരു പ്രയാസമില്ല. അപ്പൊ പിന്നെ പരീക്ഷണമില്ല, എല്ലാവരും ബറാബറായി. അള്ളാഹ് എന്ന് പറഞ്ഞോന്നും ഇല്ല എന്ന് പറഞ്ഞവരൊക്കെ ബറാബറായി. നമ്മൾ ഇതിന്റെ ഇടയിലാണ് ജീവിക്കുന്നത്. നമ്മൾ ഈ അള്ളാഹിനെ അറിയണം, അള്ളാഹുവിന്റെ കൽപ്പനകളെ അനുസരിക്കണം. ഹുക്കും കെ സാത്ത് അല്ലാഹേ, അള്ളാഹുവിന്റെ കൽപ്പനന്റെ കൂടെയാണ് അള്ളാഹുള്ളത്. അള്ളാഹിന്റെ കൽപ്പന നമ്മളോട് അനുസരിച്ചാൽ മതി. അവിടെ അപ്പൊ നമ്മളെ കൂടെ അള്ളാഹു ഉണ്ടാവും, ഉറപ്പായിട്ടുണ്ടാവും. കൽപ്പന അനുസരിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹ് നമ്മളെ കൈയൊഴിയും, ഭൂമി നമ്മളെ വിടും. പക്ഷെ ഭൂമി വിട്ടിട്ട് കാര്യമില്ല, അള്ളാഹു അവനെ തിരിച്ചു പിടിക്കും തീർച്ചയായിട്ടും. മനുഷ്യൻ അപ്പോഴേ അറിയുള്ളൂ. ദുനിയാവിന്റെ ജീവിതം ഒരു ഭയങ്കര ഒരവസ്ഥയാണ്. ഇതിൽ അകപ്പെട്ടവൻ രക്ഷപ്പെടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതൊരു ഒഴുക്കാണ്. നമ്മൾ രാവിലെ ഇറങ്ങി മാർക്കറ്റിലും ബസാറിലും ആടിപ്പടിയൊക്കെ പോയാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താന്ന് തന്നെ നമുക്ക് മറന്നുപോകും. കാരണം അങ്ങനത്തെ അവസ്ഥകളാണ്. ഭാര്യയും മക്കളും കുടുംബവും സമ്പത്തും അവസ്ഥകളൊക്കെ കടന്നിങ്ങനെ കറങ്ങാൻ. ഇതിൻ്റെ ഇടയിൽ കുറെ ആൾക്കാർ പൂർണ്ണമായി ജീവിക്കണ്ടേ. അപ്പൊ നമുക്ക് തോന്നും ഞാൻ മാത്രം ഇതിനങ്ങനെ, എനിക്കും ജീവിതത്തിന് സുഖം വേണ്ടേ. ഇങ്ങനെ മനുഷ്യർ ഇച്ഛകളിലേക്ക് മുഴുകാൻ. പക്ഷെ ഇതിനൊക്കെ ഒരു അന്ത്യമുണ്ട്, ഇതിന് തീർച്ചയായിട്ടും അന്ത്യമുണ്ട്. എന്താണ് അന്ത്യം എന്ന് ആർക്കും അറിയില്ല. ഒരാള് ഈ സാധാരണഗതിയിൽ നമുക്കറിയാം, ശവം, ഒരു നല്ല ശവം, ഒരു മനുഷ്യന്റെ ശവം എന്ന് വിചാരിച്ചോളി, അത് വെള്ളത്തിന്റെ മുകളിൽ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ചാലിയാർ പോയ കണ്ടവർക്കൊക്കെ അറിയാം, ഫുൾ വെള്ളം ഉണ്ടാകുക, അതിലിങ്ങനെ ഒഴുകുകയാണ്. ഇത് നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും നല്ല വെള്ളമുള്ള ഒരു പുഴയിലൂടെ ഒരു ശവം ഇങ്ങനെ ഒഴുകിപ്പോവാണ്. ഒരു കഴുകൻ രാവിലെ ഒരു 9 മണിക്ക് ഇങ്ങനെ പറക്കുകയാണ്, അതിന്റെ ഭക്ഷണം നേരെ തേടി. അപ്പൊ നോക്കുമ്പോൾ ഇങ്ങനെ ശാന്തമായി ഒഴുകുന്ന പുഴയിലൂടെ ഒരു എന്തോ ഒഴുകുന്നുണ്ട്. ഭയങ്കര ഹൈറ്റിൽ നിന്നും കഴുകരുത് മനസ്സിലാവും. കഴുകൻ നേരെ വന്നു ആ ശവത്തിന്റെ മുകളിൽ ഇങ്ങനെ നോക്കുമ്പോൾ അതിന് ഇഷ്ടമുള്ള നല്ല മാംസമാണ്. അത് ആ ശവത്തിന്റെ മേൽ വന്നാണ്ട് ലാൻഡ് ചെയ്യും. അപ്പൊ എന്താ സംഭവിക്കുക? വെയിറ്റുള്ള കഴുകൻ വന്ന് ആ ശവത്തിന്റെ മുകളിൽ ഇരുന്നാൽ അതാണ്ട് ആണ്ടുപോകും. കാരണം ഇത് വെള്ളത്തിലാണ്. ആണ്ട് പോയപ്പോ കഴുകനാണ് പൊന്തി, വെള്ളത്തിന്റെ മുകളിൽ ഇങ്ങനെ പൊന്തി നിന്നു. കുറച്ച് കഴിഞ്ഞപ്പോ ഈ ശവം വീണ്ടും പൊന്തി. അപ്പൊ കഴുകന് മനസ്സിലായി ഇതുപോലെ ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല. കഴുകൻ അതിന്റെ കൂർത്ത നഖങ്ങൾ അങ്ങനെ കൂർപ്പിച്ചു. എന്നിട്ട് ഒരു വെയിറ്റോട് കൂടി ഇരുന്നു. ഇരുന്നപ്പം വാരിയല്ലുകൾക്കിടയിലൂടെ അതിന്റെ നഖങ്ങൾ കയറി. എന്നിട്ട് അതിനെ പിടിച്ചു, മുറുക്കി പിടിച്ചു, ഇരുത്തം ശരിയാക്കി. നമ്മൾ സാധാരണ ഇരുത്തം കറക്റ്റായാലേ നമ്മളെ ഫുഡ് എന്താ ഉള്ളൂ, നമുക്ക് കറക്റ്റ് അടിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇരുത്തൊക്കെ ശരിയാക്കി കഴുകൻ തിന്നാൻ തുടങ്ങി. ഒരു 100 കിലോ അല്ലെങ്കിൽ 80 കിലോ ഉള്ള ഒരു ഫുൾ ബോഡി കിട്ടിയതാണ് ആർക്ക്? കഴുകന്. അതിങ്ങനെ നല്ല മാംസം കൊത്തി തിന്നാൻ തുടങ്ങി. ഭയങ്കര രസത്തിൽ രുചിയോട് കൂടി തിന്നു. പക്ഷെ ഒരു 5-8 കിലോ തിന്നുമ്പത്തിന് എന്താവും? ഒരു 5 കിലോനോ 3 കിലോനോ ഒക്കെ തിന്നുമ്പത്തിന് അതിനെന്താവും? അതിന് വയറ് നിറഞ്ഞിട്ട് അതിങ്ങനെ പരസ്പരം ഭാഗത്തേക്കൊക്കെ നോക്കി. ഏതെങ്കിലും എന്നെ പോലെ വിഷം നിൽക്കുന്ന കഴുകനുണ്ടെങ്കിൽ അതിന് സിഗ്നൽ കൊടുത്ത് അതിനെ ഇറക്കാന്നൊക്കെ വിചാരിച്ച് നോക്കുമ്പോൾ ആരും കാണില്ല. എന്നാ ഇതിനാണ് വിടാൻ തോന്നില്ല. ഏതിന്? കഴുകന്. ആളെ അടിച്ചുപൊളി മാംസം വെറുതെ എന്തിനാ കളിയുന്നത്? മരുവാൻ കൊടുക്കുമ്പോൾ ട്രിപ്പ് കിട്ടിയാൽ ഓടി നമ്മള് എന്തിനാ കളിയുന്നത്? എയർപോർട്ടിക്കാ കിട്ടിയത്. അങ്ങനെ അപ്പൊ ഇതിങ്ങനെ പിന്നെ അങ്ങനെ തിന്ന് അപ്പൊ പുഴക്ക്, ചാലിയാർ പുഴക്ക് കുറച്ചിങ്ങനെ കൊണ്ട് വന്നാൽ ഞങ്ങൾ വാഴക്കാട് ഭാഗത്തൊക്കെ എത്തുമ്പോൾ ഊർക്കടവ് കവണക്കല്ല് റെഗുലേറ്റർ കം ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു പാലുണ്ട്. റെഗുലേറ്റർ കം ബ്രിഡ്ജാണ്. ഫുള്ള് വെള്ളം തടഞ്ഞു നിർത്തുന്നുണ്ട്. അപ്പൊ അതിന്റെ കാലിക്കറ്റ് സൈഡിൽ എന്നുവെച്ചാൽ മലപ്പുറം കാലിക്കറ്റിന്റെ അതിർത്തിയിലൂടെ പോണ പുഴയാണത്. അപ്പുറത്തെ സൈഡിൽ ഒരു ഷട്ടർ എന്ത് ചെയ്തിട്ടുണ്ട്? തുറന്നിട്ടിട്ടുണ്ട്. എന്നുവെച്ചാൽ വെള്ളം പോയിക്കോട്ടെ, ബാക്കിയുള്ള വെള്ളം ഇങ്ങനെ ബ്ലോക്ക് ചെയ്തിട്ടതാണ്. അപ്പൊ ഈ പുഴ ടോട്ടലി ഒഴുകുന്നത് അതിലൂടെയാണ്. ആ ഷട്ടറിന്റെ ഭാഗത്തൂടെ മൊത്തം ഇങ്ങനെ ഒഴുകാണ്. ഈ കഴുകൻ ഇങ്ങനെ തിന്ന് ഇതിന്റെ അരത്തിൽ ഇങ്ങനെ പോയി അവസാനം കളകള ശബ്ദം കേൾക്കുന്നുണ്ട്. ഈ പാലത്തിന്റെ ഫില്ലറുകൾക്ക് കേടുപാട് കൊടുക്കാതിരിക്കാൻ ഈ വെള്ളം ചാടുന്ന ഭാഗത്ത് വലിയ വലിയ കല്ലുകൾ കൊണ്ടുവച്ചിട്ടുണ്ട്. മണലുകൾ പോയി ഫില്ലറുകൾക്ക് ശബ്ദം ഏൽക്കാതിരിക്കാൻ. ഇതിലേക്ക് വെള്ളം ഇങ്ങനെ ചാടുക. ഈ ശബ്ദം കേട്ടു കഴുകൻ. പെട്ടെന്ന് അപകടം മനസ്സിലായി. കാല് വലിച്ചുര ശ്രമിച്ചപ്പം ഇതൊക്കെ എവിടെ ഉള്ളത്? എല്ലുകൾക്കുള്ളിലാണ് ഉള്ളത്. മാത്രമല്ല തിന്നിട്ട് എന്തായിട്ടുണ്ട്? ഫുള്ള് ബോഡി വെയിറ്റിലാണുള്ളത്. വിചാരിച്ച സമയത്ത് ഊരിയെടുക്കാൻ പറ്റില്ല. അപ്പോഴേക്കും അതങ്ങനെ പോയി ചാടി. എവിടേക്ക്? ആ വെള്ളത്തിലേക്ക്. അതങ്ങനെ ഒരു ചുഴി പോലാണ്
കറങ്ങിട്ട് ഇങ്ങനെ പോയി. അപ്പം തല കല്ലിനടിച്ചു. എന്തിന്റെ? കഴുകന്റെ. കുറച്ച് കഴിഞ്ഞാൽ കുറച്ച് ദൂരത്ത് ആക്കോട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, ഏകദേശം അവിടേക്ക് വിരിപ്പാടെന്നൊക്കെ പറഞ്ഞ ആ ഭാഗത്ത് എത്തുമ്പോഴേക്കും അത് പൊന്തി. ഇപ്പൊ എത്ര ശവായി? 2 ശവായി. ഇതേ അവസ്ഥയിലാണ് ഈ ഇരിക്കുന്ന ഞാൻ എന്നോട് ഓടിക്കൊണ്ടിരിക്കുന്നത്. ദുനിയാവാവുന്ന ഈ സാധനത്തിന്റെ പിന്നിൽ അള്ളിപ്പിടിച്ച് നിന്ന് ഓടുകയാണ് രാവും പകലും. നമ്മൾ ആയുസ് തീരുന്നത് നമ്മൾ പറയും നമ്മളറിയില്ല. 20 കൊല്ലായി വന്നിട്ട്, 25 കൊല്ലായി വന്നിട്ട്, 30 കൊല്ലായി വന്നിട്ട്, 10 കൊല്ലായി വന്നിട്ട്, 5 കൊല്ലായി വന്നിട്ട്, 2 കൊല്ലായി വന്നിട്ട് ഇത്ര കൊല്ലായി ഇത്ര സ്പീഡിലാണ് പോണേ. പ്രശ്നങ്ങൾ ഇപ്പൊ തീരുന്നാണ് ആര് പറയുന്നത്? നമ്മളോട് പറയുന്നത്. പക്ഷെ പ്രശ്നം എന്താവില്ല, പ്രശ്നം തീരില്ല. പ്രശ്നങ്ങൾ ഒന്ന് കഴിയുമ്പോൾ ഒന്ന് വരുന്നുണ്ട്. ഇതുകൂടെ തീർത്തിട്ട് പോകാൻ വിചാരിച്ച് നിൽക്കുന്ന ആൾക്കാരേക്ക് കുറെ എണ്ണം ഉണ്ടാവുക. നമ്മൾ അറിയില്ല. ഇതിങ്ങനെ ഇതിങ്ങനെ തിന്നുന്നതിന്റെ തിരക്കിന്റെ ഇടയിൽ ഒരു ദിവസം ഉണ്ടാവും നമ്മൾ കൂടി ശവാവും. പിന്നെ ഒന്നും ഉണ്ടാവില്ല. പിന്നെ അവന്റെ ആഹാരത്തിനെത്തുമ്പം അവൻ എന്നേക്കും നഷ്ടപാടിയാവും. ഇതിന്റെ മുന്നേ ഈ നഖങ്ങൾ വലിച്ചുവിടണം. അള്ളാഹുവിലേക്ക് തിരിയണം. ഇല്ലെങ്കിൽ ഇതിന്റെ സ്ഥിരം പല്ലവി ഇതാണ്, ഇതിങ്ങനെ കൊണ്ടുപോയിട്ട് ആ കുഴി കൊണ്ടിരിച്ചാണ്. അതുകൊണ്ട് നമ്മളെ സമ്പാദ്യ മാർഗങ്ങളെ നമ്മൾ സൂക്ഷിക്കണം, അതിനെ ഹലാലാക്കണം. നമ്മളെ സമ്പാദ്യങ്ങളെ ഹലാലാക്കണം. സമ്പാദ്യങ്ങൾ ഹലാലായിട്ടില്ലേ നമ്മൾ കുടുങ്ങും. ഹറാം അവനെ നശിപ്പിക്കാനുള്ളതാണ്. ഖുർആൻ വളരെ വ്യക്തമായിട്ട് പറയും, അള്ളാഹു വ്യക്തമായിട്ട് പറയാൻ. ഹറാമായത് ഒരിക്കലും മനുഷ്യന് ഉപകാരം ഉണ്ടാവില്ല. ഹറാമ് സമ്പാദിക്കരുത്. പക്ഷെ മനുഷ്യൻ അവന്റെ തിരക്കിൻ്റെ ഇടയിൽ അവൻ അതൊക്കെ ചെയ്യാൻ. പലിശ നിഷിദ്ധാണ്. പലിശ ഉള്ളവൻ അള്ളാഹുവിനോട് റസൂലിനോട് യുദ്ധം ചെയ്തവനെ പോലെയാണ്. അള്ളാഹുവിനോട് റസൂലിനോട് യുദ്ധം ചെയ്തവനെ പോലെയാണ് പലിശ വാങ്ങണവൻ. ഞാൻ പറയില്ല, ഖുർആൻ. അള്ളാഹുവിനോട് റസൂലിനോട് യുദ്ധം ചെയ്തിട്ട് ആരാധിൽ ജയിക്കാനുള്ള ആരും ജയിക്കൂല. പക്ഷെ നമുക്ക് അറിയില്ല. വ്യഭിചാരത്തിന് വലിയ തിന്മായിട്ട് സബോയിൽ മൂമിഖാത്ത് പറഞ്ഞെടുത്ത് 7 വൻഭാഗങ്ങൾ പറഞ്ഞെടുത്ത് വ്യഭിചാരം പറയാത്ത ഹദീസുണ്ട്, മോഷണം പറയാത്ത ഹദീസുണ്ട്, മദ്യപാനം പറയാത്ത ഹദീസുണ്ട്. പക്ഷെ പറഞ്ഞ എല്ലാ ഹദീസിലുള്ളതാണ് പലിശ. പക്ഷെ മുസ്ലിമീങ്ങൾ പലിശയിലാണുള്ളത്. ഹറാമ് തിന്നുകൊണ്ടിരിക്കാൻ. ഹറാമിന്റെ പ്രത്യേകത എന്താ? നമുക്കറിയാം, ഒരു ആപ്പിള് അത് കേടായി. ഉദാഹരണത്തിന് ഒരു $100 ആണ് 1 കിലോ ആപ്പിളിന് 4 എണ്ണം കിട്ടി. അപ്പൊ ഒരു ആപ്പിളിന് $25. നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് മുറിച്ചപ്പോൾ അതിലൊരു കേടുണ്ട്. ആപ്പിൾ കേടുന്ന സ്മെല്ലൊന്നും ഉണ്ടാവില്ല, പെട്ടെന്ന് അതിന്റെ കളർ ചേഞ്ച് ഉണ്ടാവും. അപ്പൊ നമ്മളൊരു 3 വയസ്സായ മോണ്ട്, അവൻ ഈ ആപ്പിൾ തിന്നാൻ വേണ്ടി നമ്മളെ കൂടെ നിൽക്കുമ്പോൾ നമ്മൾ മുറിച്ചപ്പോൾ ഫസ്റ്റ് മുറിച്ചത് തന്നെ കേടാണ്. അപ്പൊ അതിന്റെ ഒരു മധ്യത്തിലൊരു സെൻട്രൽ പീസ് മൊത്തം അവൻ കൊടുത്തു. വൈഫ് കേടുള്ളതായി ചെറിയ കുട്ടി കൊടുക്കുന്നത്. അപ്പൊ പറഞ്ഞു, വലിയവർക്ക് കൊടുത്താൽ അവന് മനസ്സിലാവും കേട്, ഇവനക്ക് ഇത് അറിയില്ല, അവൻ തിന്നോട്ടെ, $25. അങ്ങനെ കൊടുത്താൽ എന്താ സംഭവിക്കുക? നിങ്ങൾ പറയും. നമ്മളങ്ങനെ കൊടുക്കൂല. എന്താ കാരണം? അത് തിന്നാൽ പിന്നെ വേറെ $100 എന്ത് ചെയ്യേണ്ടി വരും? ഡോക്ടറെ കാണിക്കാൻ കൊടുക്കേണ്ടി വരും. അവിടെ നമ്മളത് കൊടുക്കൂല. കുട്ടിന്റെ വയറ് കേടുവരും, പിന്നെ പ്രശ്നമാണ്. നമുക്കറിയാം, കേട് വന്ന ഫ്രൂട്ട് അല്ലെങ്കിൽ കേട് വന്ന ഭക്ഷണം കൊടുത്താൽ ബാഹ്യമായ ശരീരം കേടാവും, നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ഹറാമായ വസ്തു അത് ഉപയോഗിച്ചാൽ റൂഹ് കേടാവും. സോൾ, ആത്മാവ് കേടാവും. റൂഹ് കേടായാൽ എന്താ സംഭവിക്കുക? നരകത്തിലേക്ക് പോകാനുള്ള പ്രവൃത്തിയൊക്കെ വരുന്നുണ്ടാകുക. ശരീരം കേടായാൽ ലൂസ് മോഷൻ ഉണ്ടാവും, ഛർദി ഉണ്ടാവും, തലവേദന ഉണ്ടാവും, പനി ഉണ്ടാവും, ഇങ്ങനത്തെ കുറെ ലക്ഷണങ്ങൾ കാണിക്കും. റൂഹ് കേടായതിന്റെ ലക്ഷണം എന്താണ്? റൂഹിലെ കേടായതിന്റെ ലക്ഷണം ഹറാമിലേക്ക് കുട്ടിക്ക് താല്പര്യം ഉണ്ടാകുക, അനുസരണം ഉണ്ടാവില്ല. ഒന്നാമത്തെ കെടുതി അനുസരണം ഉണ്ടാവില്ല. ഉറുദു സാറിന് പറയും, ജോ ഹറാം കായേഗ ഓ നാഫർമാൻ ബനേഗ. ആര് ഹറാം തിന്നോ ഓൻ അനുസരണം ഇല്ലാത്തവനാണ്. ബീവി കായകി ഓ നാഫർമാൻ ബനെ. ഭാര്യ തിന്നാൽ ഓൾ അനുസരണം ഇല്ലാത്തോളം. ബച്ച കായകി ഓ നാഫർമാൻ ബനെ. മക്കൾ തിന്നാൽ ഓരോ അനുസരണം ഇല്ലാത്തവർ. നമ്മൾ ഈ കഷ്ടപ്പെട്ടിട്ട് വെയിലും രാവും പകലും ഇല്ലാതെ ഓടി കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഈ ദുനിയാവും
നമ്മളെ അമ്മനെയും നമ്മളെ വാപ്പനെയും നമ്മളെ നാടും എല്ലാം വിട്ടിട്ട് നമ്മൾ ഈ ദുനിയാവ് ഉണ്ടാക്കി ഏതൊരു ഭാര്യക്കും മക്കൾക്കും വേണ്ടിയിട്ടാണോ അവർ നമ്മളെ അനുസരിക്കാത്തവരാവും. കുറെ വയസ്സാവുമ്പോൾ നമുക്ക് തോന്നും എന്റെ ജീവിതത്തിൽ വന്നുപോയ ഏറ്റവും വലിയ അബദ്ധം ഞാൻ ഇവർക്ക് വേണ്ടി ജീവിച്ചു എന്നുള്ളതാണ്. എന്റെ ജീവിതത്തിന് വേണ്ടി ഒന്നും എനിക്ക് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ എന്ന് തോന്നും. പക്ഷെ അന്ന് തോന്നിയിട്ട് ഒരു കാര്യമില്ല. ഇന്ന് നമുക്ക് അവസരമാണ്. അതുകൊണ്ട് ഹറാമായ സമ്പാദ്യത്തിന് രക്ഷപ്പെടണം. ഇത് ഞങ്ങളോട് എന്റെ ഭയങ്കര സ്നേഹത്തിന്റെ പേരിലാണ് ഈ കാര്യം പറഞ്ഞോളൂ. നിങ്ങൾ എൻ്റെ നാട്ടുകാരാണ്, നിങ്ങൾ എൻ്റെ സഹോദരങ്ങളാണ്. നിങ്ങൾ ഒരിക്കലും നശിക്കാൻ പാടില്ല. ഹറാമ് തിന്നാൽ ഉറപ്പാണ് നശിക്കും. നമ്മൾ ഏത് ഭാര്യയ്ക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടിയാണ് അദ്ദേഹം ചെയ്യുന്നത്, അവരൊന്നും നമുക്ക് ഉപകാരത്തിലുണ്ടാവില്ല. കാരണം ഹറാമിന്റെ സിഫത്ത് അങ്ങനെയാണ് വെച്ചത്. ഒരനുസരണ ഇല്ലാത്തവരാണ്. അതുകൊണ്ട് സമ്പാദ്യ മാർഗം ഹലാലാക്കണം. ഉള്ളതിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യും. നമുക്ക് തോന്നും ശൈത്താൻ കൊണ്ട് പറയും ഇന്ന് അത് ലോൺ ഇല്ലാതെ എങ്ങനെ ജീവിക്കുക, ഇന്ന് പലിശ ഇല്ലാതെ എങ്ങനെ ജീവിക്കുക, ഇന്ന് അതില്ലാതെ എങ്ങനെ ജീവിക്കുക, ഇതില്ലാതെ എങ്ങനെ ഒക്കെ ജീവിക്കാൻ പറ്റും. അള്ളാഹു താല ഒരു കാര്യം പറഞ്ഞാൽ അത് നടക്കൂല എന്ന് പറയണേ, അത് പ്രാക്ടിക്കൽ അല്ല എന്ന് പറഞ്ഞാൽ സത്യത്തിൽ എന്റെ വ്യക്തിപരമായ അഭിപ്രായം രണ്ടാമത് കെലിമല്ലാണെന്നാണ്. കാരണം അള്ളാഹുവിന്റെ ദീൻ ഇന്ന് സൂട്ടല്ല എന്നാണ് ആര് പറഞ്ഞത് ഇൻഡയറക്ട്ലി പറയുന്നത്. എന്നുവെച്ചാൽ ഇന്ന് നടക്കൂല. അത് ഇല്ല വഴി നമ്മളിതൊന്നും നടപ്പിലാക്കാൻ വന്നതല്ല. ഒരാൾ പരിശുദ്ധിയിലേക്ക് വീടുണ്ടാവില്ല, വേണ്ട ഓൻ വാടക താമസിച്ച് മരിച്ചാൽ മതി, ഓൻ വാടക കൊടുക്കണേന് കൂലി ആര് തരും? അവൻ അധ്വാനിച്ച് വാടക കൊടുത്തു, അങ്ങനെ 10 കൊല്ലം വാടക താമസിച്ചു. അപ്പോഴേക്കൊരു പെര വാങ്ങേണ്ട പൈസ അവൻ ഓണർക്ക് കൊടുത്തിട്ടുണ്ട്. വല്ലാഹി നാളെ ആഖിറത്തിൽ അവന് പ്രതിഫലം. നേരെ മറിച്ച് ലോൺ എടുത്തു, അത് അടച്ചു തീർത്തു എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അവൻ കുടുങ്ങും, ഉറപ്പായിട്ട് കുടുങ്ങും. ഇതിൽ നിങ്ങൾ ഒരിക്കലും സംശയിക്കരുത്. സംശയിച്ചാൽ നിങ്ങൾ ഖുർആനിൽ സംശയിച്ചവരാണ്. ഖുർആനിൽ സംശയിച്ചവർക്ക് ഈമാൻ ഉണ്ടാവില്ല. അതുകൊണ്ട് പലിശന് പൂർണ്ണമായിട്ട് നിങ്ങൾ വിട്ടു നിൽക്കണം. എന്തിനാണ് ഞാൻ പറഞ്ഞാൽ ഇത് ഇവിടെ ഓസ്ട്രേലിയ എന്ന് പറയുന്നല്ലേ, അത് നാട്ടിലും പറയുന്നുണ്ട്. നാട്ടിലും ഇത് ആമായിട്ടുണ്ട്. പിന്നെ നിങ്ങളോടേക്ക് പറയാനുള്ളത് ഏകദേശം സമയത്തീരാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ മാഷാ അല്ലാഹ് ഏകദേശം ചിലത് അധികമൊക്കെ ഫസ്റ്റ് ജനറേഷനാണ്. നാട്ടിൽ നിന്ന് ഉമ്മൻ്റെ വാപ്പന് സ്നേഹം കിട്ടിയവർ, ഉമ്മൻ്റെ വാപ്പന് തെർബിയത്ത് കിട്ടിയവർ, ഉമ്മയും വാപ്പയൊക്കെ നല്ലവർക്ക് കൊണ്ടുവന്ന് ദീനും കാര്യങ്ങളും നിസ്കാരമൊക്കെ പഠിപ്പിച്ച ആൾക്കാരാണ് ഈ ഇരിക്കുന്നത്. നമുക്ക് കുഴപ്പമൊന്നുമില്ല ഓസ്ട്രേലിയ ജീവിക്കാൻ. നിങ്ങൾ പറയുണ്ടാവും നിങ്ങളെ ബേസ് എവിടെയാണ്? നാട്ടിലാണ്. നിങ്ങൾക്ക് ആ കാര്യം ബോധവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി നിങ്ങളെ ഈ തലമുറയാണ് ഈ കുട്ടികൾ. ഓർക്കും ഒരു പക്ഷെ നമ്മളെ കണ്ട് നമ്മളോടുള്ള ബന്ധത്തിന്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവാം. ഇവരുടെ ഒരു മക്കൾ വരാനുണ്ട്. അതിന്റെ കഥ എന്തായിരിക്കും എന്ന് നിങ്ങൾക്ക് തലച്ചോറുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ചാൽ മതി. കാരണം ഓരെന്നും രാവിലെ കാണുന്ന കൾച്ചർ വേറെ. അതിനെ നന്നാക്കാൻ ആരോട് കഴിയില്ല. നിങ്ങൾക്കൊക്കെ അറിയാൻ പറ്റുമോ? ഈ പ്രായമുള്ള ആളുകൾക്കൊക്കെ. നമ്മളൊക്കെ പന്ത് കളിക്കുന്ന കാലത്തിലും നാട്ടിൽ കളിച്ചെടുക്കുന്ന കാലത്തൊക്കെ മഗ്‌രിബിന്റെ നേരത്ത് പള്ളി വന്നാൽ ഒരു കയ്യിൽ ചിരട്ടൊക്കെ ഒരു വടിച്ചിട്ടുള്ള ഒരു കയ്യിലുണ്ടായി കൊണ്ടനാവുന്നൊക്കെ ഉണ്ടാവും. അങ്ങനെ അടിയിലുണ്ടായി. അതിനിങ്ങനെ വെള്ളം കോരി വെക്കണം. വെള്ളം കോരി വെക്കുമ്പോൾ ഒരു കാക്കൻ്റെ അടുത്ത് നിന്നാണ് വെക്കുന്നതെങ്കിൽ അയാൾ പറയും മോനെ കാല് വരച്ച് കഴുകി ചളിയായിട്ട് പള്ളിക്ക് കയറില്ല. അതായത് ആരാ മോനാന്നൊന്നും ആരും നോക്കൂല. ആ കാരണവന്മാരും നോക്കിയിട്ടില്ല. എല്ലാവരോടും പറയും. കാരണം എല്ലാ കുട്ടികളും ആരുതാണ് അവരെ കുട്ടികളെ പോലെയാണ് അവർ കണ്ടിരിക്കുന്നത്. വാപ്പാര് ഗൾഫിലാന്ന് വെച്ചൊന്നും കുഴപ്പമില്ല, ഒരു നന്നാക്കിയനെ. ഇന്ന് വാപ്പാർക്ക് പോലും മക്കളോട് ഇത് പറയാൻ പറ്റാത്ത കണ്ടീഷനിലാണ്. അപ്പൊ നമ്മളെ അവസ്ഥ എന്തെങ്കിലും ആലോചിച്ച് കുട്ടികൾ ഏത് കൾച്ചറിലാണ് വരുന്നത് ആ കൾച്ചറിലുണ്ടാവും. നമ്മളെ നാട്ടിലെ മലപ്പുറത്തിന്റെ കഥ ഞാൻ പറഞ്ഞുതരാണ്. 20 വയസ്സായ പല കുട്ടികൾക്കും, 18 വയസ്സായ പല കുട്ടികൾക്കും, 17 വയസ്സായ പല കുട്ടികൾക്കും ഖുർആൻ ഓതാൻ അറിയില്ല. ഇതിപ്പോ ഞങ്ങളോട് പറഞ്ഞങ്ങൾ പറയും ഓതാൻ അറിയുന്നത്. ഞങ്ങളെ വെല്ലുവിളിക്കുകയാണ്. നല്ല ഒരു 100 കുട്ടികളെ തന്നാൽ ഒരു 25 കുട്ടികൾക്കെങ്കിലും ഓതാൻ അറിയില്ല. എന്തുകൊണ്ടാണ്? അന്ന് നമ്മളെ കാലത്ത് മദ്രസയിൽ പോലും നിർബന്ധമാണ്. അന്ന് മഗ്‌രിബ് ഇശാ മഗ്‌രിബ് കഴിഞ്ഞാൽ ഓതൽ എന്താ? ഫസ്റ്റ് ഖുർആൻ ഓതിച്ച് ബാക്കിയുള്ള വായിച്ചോളി എന്നറിയും. നമ്മളൊക്കെ വീടിന്റെ അതിലൂടെ പോയാൽ ഇങ്ങനെ കുട്ടികൾ ഓതുന്ന ശബ്ദം കേൾക്കാം. ഇന്ന് എന്താണ് പറഞ്ഞാൽ എല്ലാവർക്കും ഇസ്ലാമിക് സ്കൂൾ എന്നൊക്കെ പറയും. അവിടെ ആകണ്ടായാലും എന്താണ് ഒരു 1 hour, ഒരു 45 minutes എന്തെങ്കിലും ഒരു ദീനിന്റെ കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി മോറൽ സ്റ്റഡി എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കും. അത് പഠിപ്പിക്കാൻ വരുന്ന ആളെ വിളിക്കൽ സാറെന്നാണ്. ഇയാൾ തന്നെയാണ് ബാക്കിയുള്ളത് പഠിപ്പിക്കല്. മഹാനായ ഖലീഫ ഉമർ എന്ന് ഉദാഹരണം പറയണേ, അത് ഇയാൾ പഠിപ്പിക്കും. പിറ്റത്തെ ചാപ്റ്റർ ഇതായിരിക്കും മഹാനായ ശ്രീബുദ്ധൻ, അത് ഇയാൾ തന്നെ പഠിപ്പിക്കുക. മഹാനായ ശ്രീകൃഷ്ണൻ എന്ന് പറയും,
മഹാനായ യേശു എന്ന് പറയും. അപ്പൊ ഈ കുട്ടിയായിരിക്കും ഉമറും യേശുവും ബുദ്ധനും ഒക്കെ പറയും. കുട്ടികൾ അതിൻ്റെ ഇടയിലാണ് പഠിക്കുന്നത്. ഫുള്ള് ബാക്കിയുള്ളത് ആകെ 3/4 മണിക്കൂർ മാത്രം. എന്ന് വെച്ചാൽ ഒരു ടാങ്കിലേക്ക് ഫുള്ള് സെപ്റ്റിക് ടാങ്കിന്റെ മോട്ടർ അടിച്ചിട്ട് വെള്ളം അങ്ങനെ വന്ന് ചാടുകയാണ്. സ്മെല്ലില്ല. അതിലേക്ക് ഒരു നല്ല കിണർന്ന് ഒരു അരമണിക്കൂർ നല്ല വെള്ളം വരും. എന്തൊക്കെ ആ വെള്ളത്തിന്റെ കഥ നിങ്ങൾ പറയും. കുട്ടി ഫുള്ള് കേൾക്കണമെന്ന് കാണുന്നതൊക്കെ വേണ്ടാത്തതാണ്. അതിൻ്റെ ഇടയിൽ കുറച്ച് കേട്ടാൽ എവിടുന്ന കുട്ടി നന്നാവുക? അധികം കുട്ടിക്ക് നാട്ടിൽ ഓതാൻ അറിയില്ല. നാട്ടിൽ ഓതാൻ അറിയില്ലെങ്കിൽ ഓസ്ട്രേലിയയിൽ ഓതാൻ അറിയുമെന്നുള്ള കാര്യങ്ങൾ ആലോചിച്ചോളൂ. അടുത്ത ജനറേഷന്റെ മേൽ വിഷം ചാർത്തുന്നവരായി നിങ്ങൾ മാറരുതേ എന്നേ ഞാൻ പറയുള്ളൂ. അടുത്ത ജനറേഷൻ അള്ളാഹ് നിഷേധിക്കുന്നവരാവും. നല്ല ബൈ ബർത്തിന് ഈമാൻ കിട്ടിയ ആൾക്കാരാണ് നമ്മളൊക്കെ. നമ്മളെ മക്കൾക്ക് ഈമാൻ ഇല്ലാത്ത അവസ്ഥയിൽ കാലാകാലം നരകത്തിന്റെ വരകോളികളായാൽ ഈ വരവ് നമ്മുടെ നാശത്തിന്റെ വരവായിരിക്കും. അതുകൊണ്ട് ഞങ്ങളോട് വേദനയോട് കൂടി പറയാം, ഇത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഇവിടുത്തെ ആനുകൂല്യങ്ങളും ഇവിടുത്തെ സെറ്റപ്പുകളും ഇവിടുത്തെ അവസ്ഥകളൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾ വിചാരിക്കും മാഷാ അല്ലാഹ് ഇവിടെ ഭയങ്കര ആരാണ്. ഒരു ആരും ഉണ്ടാവില്ല. അതുകൊണ്ട് മക്കളെ കാര്യത്തിൽ നിങ്ങൾ നല്ല പോലെ ശ്രദ്ധിച്ചു. ഇല്ലെങ്കിൽ നിങ്ങളുടെ സമ്പാദ്യം ജീവനൊക്കെ പാഴാണ്. ഒക്കെ പാഴാണ്. സ്ത്രീകളുടെ കാര്യത്തിൽ നിങ്ങൾ നല്ല പോലെ ശ്രദ്ധിച്ചു. നമ്മൾ നാട്ടിൽ നിന്ന് വന്നു, നമുക്കൊക്കെ നാടുണ്ടായിരുന്നു. നമ്മളമ്മാര് മിക്കവാറും ഇരിക്കുന്ന ആളുകളന്മാർ ഒരു പണി എടുത്തിട്ടുണ്ടാവില്ല. ഒരാകെടുത്ത പണി എന്താണെന്നറിയാം, നമ്മളെ നോക്കിയിട്ടുള്ളതാണ്. വാപ്പ കൊണ്ടുവന്നിരുന്നതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചു. ഒരു ഭർത്താവിനെ അനുസരിച്ച് ജീവിച്ചു. ഒരു ഭാര്യയിൽ ഉണ്ടാകേണ്ട ഏറ്റവും വലിയ ഗുണം അവളെ ഭർത്താവിനെ അനുസരിക്കലാണ്. ഒരു മകൻ ഒരു പുരുഷന്റെ ഉണ്ടാകേണ്ട ഏറ്റവും വലിയ ഗുണം അവൻ്റെ ഉമ്മാനെയും അവൻ്റെ വാപ്പാനെ അനുസരിക്കലാണ്. മാതാവിന്റെ കാലിന്റെ അടിയിലാണ് സ്വർഗം പുരുഷന്. സ്ത്രീക്ക് അവളെ ഭർത്താവിനെ തൃപ്തിപ്പെടുത്തുന്നതിലാണ്. നിമിതങ്ങൾ ശാസ്ത്രങ്ങൾ പറയുന്നത് ഭർത്താവിനെ തൃപ്തി ഏതെങ്കിലും ഒരു സ്ത്രീ ഏത് വേണ്ടാലും കുഴപ്പമില്ല, അവൾ മരിച്ചു, അവളെ ഭർത്താവ് അവളിൽ സംതൃപ്തനായ അവസ്ഥയിൽ ഖീലലഹ അവളോട് പറയപ്പെടും ഉദ്ഖുലിയൽ ജന്നത മിൻ അയ്യി അബ്വാബിൻ, നീ സ്വർഗത്തിൽ പ്രവേശിച്ചോ ഏത് കവാടത്തിലൂടെ വേണമെങ്കിലും. സ്ത്രീന്റെ സ്വർഗം അല്ലാഹു വെച്ചത് ഭർത്താവിനനുസരിക്കണം. അതുകൊണ്ട് സ്ത്രീകൾ അവർ നല്ലപോലെ ശ്രദ്ധിക്കും. നമ്മളിവിടെ അധ്വാനിക്കുന്നുണ്ടാവും, ഇവിടെ സ്ത്രീകളും അധ്വാനിക്കുന്നുണ്ട്. ഒരു നല്ല പൈസ ഉണ്ടാക്കുന്നുണ്ട്. എല്ലാവരും കൂടി അധ്വാനിച്ചിട്ട് ഈ ചക്രം ഉന്തിട്ട് പോവില്ല. അതാ നമ്മൾ പറയുന്നത്. എന്നാൽ റിസ്കിന്റെ കാര്യം ഏറ്റ അല്ലാഹു. ഒരാൾ അധ്വാനിച്ചാൽ നമ്മളെ കാര്യങ്ങൾ നടത്തിത്തരും. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള മാനസികാവസ്ഥ ഉണ്ടാക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള മാനസികാവസ്ഥ ഇല്ലെങ്കിൽ വീട്ടിൽ എല്ലാവരും അധ്വാനിച്ചാലും നമ്മളെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടില്ല. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് വിയോജിപ്പൊക്കെ ഉണ്ടാവും, എനിക്ക് ഉറപ്പായിട്ട് അറിയാം. പക്ഷേ ഞാൻ നിങ്ങളോട് ഈ പറഞ്ഞ കാര്യം, ഇനി ഇതിന്റെ വിയോജിപ്പ് തീർക്കേണ്ട സ്ഥലം ആഖിറ. ഞാൻ ഖുർആൻ വന്നിട്ട് നടക്കണം, ലോജിക്കിനൊന്നും ഞാൻ ഒന്നും പറഞ്ഞു. ഖുർആൻ ഹദീസ് അല്ലാഹു റസൂൽ പറഞ്ഞതാണ്. അതുകൊണ്ട് സ്ത്രീകൾ, ഇവിടുത്തെ സ്ത്രീകളെ കൂടെ ഞാൻ ഇന്നലെ ഒരാൾ നമ്മളെ കൂടെ ഉള്ള ആള് ഒരു വലിയ തോർത്ത് മുട്ടുമരണ തോർത്ത് കൊടുത്തു. അവരെ ഇത് അലക്കിട്ടപ്പോൾ അങ്ങനെ കുളിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു ഇവിടെ ഇത്ര വലിയ വസ്ത്രം ധരിക്കാൻ പാടില്ല എന്ന്. നാട്ടിലാണെങ്കിൽ ആ തോർത്തെടുത്ത് അയാൾ പോകില്ല, എനിക്ക് ഉറപ്പായിട്ട് അറിയാം. വലിയ തോർത്താണ്. ഇവിടെ ആയാലും കുഴപ്പമില്ല, കാരണം ഇവിടെ അത്രയും ഇല്ലാത്ത ഒരാളുണ്ട്. ഇതാണ് ഡെയിലി രാവിലെ സ്ത്രീയും പുരുഷനും കാണുന്നത്. വസ്ത്രം ധരിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു സ്ത്രീ അവളെ ഔറത്താണ്. ഖുർആൻ വളരെ വ്യക്തമായിട്ട് പറയാണ്. എവിടെ പറഞ്ഞെന്ന് നോക്കി, സൂറത്ത് അഹ്സാബിലുണ്ട്, സൂറത്ത് നൂറിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരോട് അല്ലാഹു പറയുന്നു സൂറത്ത് അഹ്സാബ്, യാ നിസാ അൻ-നബി. ഖുർആൻ 30-31 ആയിരിക്കും അഹ്സാബ്. യാ നിസാ അൻ-നബി, ഏ നബി നിങ്ങളുടെ ഭാര്യമാരെ, ലസ്തുന്ന കഅഹദിൻ മിനൻ നിസാ, നിങ്ങൾ ബാക്കിയുള്ള സ്ത്രീകളെ പോലെ അല്ല. ഇനി തഖൈതുന്ന, നിങ്ങൾക്ക് തഖ്വ ഉണ്ടെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ള സ്ത്രീകളെ പോലെ അല്ല. എന്നിട്ട് അല്ലാഹു പറയാണ് ഫലാ തഖ്ലഅന ബിൽ ഖൗൽ. ശരിക്ക് കേട്ടോളി, ഫലാ തഖ്ലഅന ബിൽ ഖൗൽ, നിങ്ങൾ വാക്കിൽ മയപ്പെടുത്തരുത്. സ്ത്രീകളോട് പറയാൻ നിങ്ങൾ കൊഞ്ചിട്ട് സംസാരിക്കരുത്, മൃദുവായി അന്യ പുരുഷനോട് സംസാരിക്കരുത്. ആരോടാ പറഞ്ഞോ? ലളിതങ്ങൾ സാഹസികളെ ഭാര്യമാരോട്. അവരെ സംബോധന ചെയ്തിട്ടാണ് പറഞ്ഞത് ഫലാ തഖ്ലഅന ബിൽ ഖൗൽ ഫയത്മഅ അല്ലദീ ഫീ ഖൽബിഹി മറദ്. ഹൃദയത്തിൽ രോഗമുള്ള ആൾക്ക് നിങ്ങൾ അവരോട് കൊഞ്ചിയോ മയത്തിലോ പറയുമ്പോൾ അവരുടെ ഹൃദയത്തിൽ രോഗം തുടങ്ങും. എന്ന് വെച്ചാൽ നിങ്ങളോടുള്ള ആഗ്രഹവും നിങ്ങളെ
മോശമായി ഉപയോഗിക്കാനുള്ള മാനസികാവസ്ഥ ഉണ്ടാവും. ഞാൻ പറയില്ല, ഖുർആൻ ഖുർആൻ പറയാം. അന്യപുരുഷന്മാരോടുള്ള മനുഷ്യന്റെ സംസാരം, അവരെ കാണുക, അത് തീർച്ച മനുഷ്യനെ വഴികളിൽ കൊണ്ടെത്തിക്കും. അതുകൊണ്ട് സ്ത്രീകൾക്ക് ഹിജാബ് പറയുന്നത് ഖുർആൻ. സ്ത്രീയും പുരുഷനും ഇടകലരേണ്ടതിനല്ല. അതിന് തൊട്ടടുത്തുള്ള ആയത്തുകളൊക്കെ തന്നെയാണ് പറയുന്നത്. തൊട്ടടുത്തുള്ള ആഴ്ചകൾ തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ കാര്യത്തിൽ നല്ലൊരു ബോധം ഉണ്ടാവും. നമ്മൾ നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ പോയി ഇതിനൊക്കെ സമാധാനം വരേണ്ടി വരും. ഞങ്ങൾ ഓസ്ട്രേലിയയിൽ, ഞങ്ങൾ പിന്നെ കാനഡയിലായിരുന്നു, ഞങ്ങൾ UK യിലായിരുന്നു, ഞങ്ങൾ അവിടെ ഇരുന്നു, ഞങ്ങൾ ഇവിടെ ഇരുന്നു ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അള്ളാഹിന്റെ ഈ ലോകത്ത് എല്ലാവർക്കും ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് അള്ളാഹുവിന് തഖ്വ ചെയ്ത് ഇവർ ജീവിക്കും. നമസ്കാരങ്ങളെ കൃത്യമായി നിർവഹിക്കുന്ന ആണും പെണ്ണും. ജോലി നിസ്കാരം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ മനസ്സിലാക്കി. കാരണം കിഡ്നി വർക്ക് ചെയ്യുന്നുണ്ട്, ഹാർട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, തലച്ചോറ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഒക്കെ ഉടമസ്ഥനാണ് ഈ കാര്യം പറഞ്ഞത്. ബാക്കി തിന്നാനുള്ള ഇതിന്റെ ജോലിക്കാരന്റെ ഉടമകളാണ് ഈ കാണുന്നതൊക്കെ. നമ്മൾ ആരെങ്കിലും ഒക്കെ കീഴിൽ പണിയെടുക്കുകയാണെങ്കിൽ. അതുകൊണ്ട് അള്ളാഹിന്റെ കൽപ്പന പൂർണ്ണനുസരിക്കണം. അതുകൊണ്ട് നിസ്കാരം കൃത്യമായി നിലനിർത്തണം. മക്കളെ ദീനിയായി പഠിപ്പിക്കണം. മക്കളെ വീട്ടിൽ നിന്ന് പഠിപ്പിക്കണം. ഞാനതാ പറഞ്ഞത്. നല്ല സംസ്കാരം പഠിപ്പിച്ചു കൊടുക്കും. ഒരു ഉമ്മക്കും വാപ്പക്കും ചെയ്തു കൊടുക്കാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല കാര്യം എന്താണ്? മക്കൾക്ക് ഏറ്റവും നല്ല പേരിടുക, ഏറ്റവും നല്ല സംസ്കാരം പഠിപ്പിക്കുക. അതുകൊണ്ട് അവരവരെ മക്കളെ കാര്യത്തിൽ ശ്രദ്ധിക്കണം. പറ്റുമെങ്കിൽ ഇതെന്റെ റിക്വസ്റ്റാണ്. നിങ്ങൾ ഇവിടെ നിന്നെങ്കിൽ കുറവില്ല. പക്ഷെ ഞാൻ പറയണേ, നാട്ടിൽ നിങ്ങൾക്ക് കുടുംബങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും ദീനനുസരിച്ച് ജീവിക്കാനുള്ള അവസ്ഥകളൊക്കെ ഉണ്ട്. അതിനെപ്പറ്റി നിങ്ങളൊന്ന് ആലോചിക്കും. ഇല്ലെങ്കിൽ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒഴുക്കിൽ ഇങ്ങനെ പോവും. ജീവിതം എവിടെയെങ്കിലും പോയി പാഴായാൽ ആഖിറത്തിലെത്തുമ്പോൾ വിരൽ കടിക്കേണ്ടി വരും. വിരലല്ല കടിക്കുക, ഖുർആൻ പറഞ്ഞ കൈ കടിക്കുന്ന. അക്രമിയായ മനുഷ്യൻ അവന്റെ കൈക്ക് കടിക്കും. എന്നിട്ട് അവൻ പറയും, ഞാൻ നബിതങ്ങളിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിൻപറ്റി ജീവിച്ചിരുന്നെങ്കിൽ എത്ര നന്നായനെ, അയാളെ ഞാൻ എൻ്റെ കൂട്ടുകാരനാക്കാതിരുന്നെങ്കിൽ എത്ര നന്നായനെ എന്ന് നാളെ മശ്റയിൽ പറയും. പക്ഷെ പറഞ്ഞിട്ടൊരു കാര്യമില്ല. അതുകൊണ്ട് നല്ല സാഹചര്യങ്ങളിലേക്ക് വരും, നല്ല സാഹചര്യങ്ങളിലേക്ക് വരും. നല്ലപോലെ ദീനനുസരിച്ച് ജീവിക്കാനുള്ള വഴികൾ കണ്ടെത്തി. ദുനിയാവ് തീർന്നു പോകും, ഉറപ്പായും തീർന്നു പോകും. നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തിയാവില്ല. ആഗ്രഹങ്ങൾ പൂർത്തിയാകുന്ന സ്ഥലം ആഖിറാണ്, സ്വർഗ്ഗമാണ്. സ്വർഗത്തിൽ നമ്മളെല്ലാ ആഗ്രഹങ്ങളും പൂർത്തിയാക്കി തരും. എല്ലാ ആഗ്രഹങ്ങളും പൂർത്തിയാക്കി തരും. അതുകൊണ്ട് നമ്മളെ മക്കളോട് സ്വർഗം പറഞ്ഞു കൊടുക്കും. സ്വർഗത്തിലെല്ലാം കിട്ടുമെന്ന് പറഞ്ഞു കൊടുക്കും. അതിനുവേണ്ടി ഒരുങ്ങട്ടെ, അള്ളാഹിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മനക്കട്ടെ. അതുകൊണ്ട് സഹോദരിമാരോടൊക്കെ ഏറ്റവും കൂടുതൽ പറയാനുള്ളത്, ഇതാ നിങ്ങളെ ഭർത്താക്കന്മാരെ നിങ്ങൾ അനുസരിക്കണേ. പുരുഷന്മാരോടൊക്കെ പറയാനുള്ളത്, അവരോട് നിങ്ങൾ കരുണ കാണിക്കണേ, അവരോട് മാന്യമായി പെരുമാറണേ. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ജീവിതത്തിന് ഒരു സുഖം ഉണ്ടാവില്ല. പൈസയും വണ്ടിയും സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും. ബാഹ്യമായി നമ്മളെ നാട്ടുകാർ പറയുണ്ടാവും, ഓനൊക്കെ ഓസ്ട്രേലിയയിലാണ്, ഓനൊക്കെ സുഖമായി ജീവിക്കാണെന്ന് പറയുന്നുണ്ടാവും. പക്ഷെ നമ്മളെ കഥ ആർക്ക് മാത്രമേ അറിയുള്ളൂ? നമുക്ക് നമ്മളെ പടച്ചവന് മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് ഈ കാര്യത്തിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കും. ഞാൻ കഴിഞ്ഞ ചൊവ്വാഴ്ചയിൽ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഖുർആൻ പഠിക്കാനുള്ള അവസ്ഥകൾ നിങ്ങൾ ഉണ്ടാക്കി. ഖുർആൻ പഠിക്കാനുള്ള അവസ്ഥകൾ ഉണ്ടാക്കി. മാഷാ അല്ലാഹ് മലയാള കൂട്ടായ്മ എല്ലായിടത്തും. ഇപ്പം കേരള മുസ്ലിം ജമാഅത്ത് പറഞ്ഞിട്ട് തമിഴ്നാട്ടിലുണ്ട്, കർണാടക ബാംഗ്ലൂരിലുണ്ട്, പിന്നെ പല ബോംബെയിലുണ്ട്. അവരൊക്കെ പള്ളിയും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ഏതായാലും കുറേ പണികൾ എടുക്കുകയാണ്. നിങ്ങൾക്ക് മലയാളികൾക്ക് എപ്പോഴെങ്കിലും ആഴ്ചയിൽ ഒരു ജുമാ കൂടാനോ അല്ലെങ്കിൽ ഖുർആൻ കേൾക്കാനോ പഠിക്കാനോ നിങ്ങൾക്കുള്ള അതിൻ്റെ ഒരു തനിമ, നമ്മുടെ നാട്ടിൻ്റെ ദീനിയായ അവസ്ഥകളെ നിലനിർത്താൻ പറ്റുന്ന എന്തെങ്കിലും ഒരു അവസ്ഥയെ പറ്റി നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ആലോചിച്ചാൽ അതിന് ഭാവി നന്നായി. അല്ലാതെ നമ്മൾ നാട്ടിൽ പല പണി ചെയ്യുന്നുണ്ടാവും. ഇടയ്ക്ക് കൂടും, ഇടയ്ക്ക് നമ്മൾ ഭക്ഷണം കഴിക്കും, ഇടയ്ക്ക് നമ്മൾ കുട്ടികളെ കലാപരിപാടി ഉണ്ടാവും, ഇടയ്ക്ക് നമ്മൾ കുറച്ച് ദീൻ്റെ കാര്യം പറയും, കുറച്ച് ഇങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ടാവും. അതൊക്കെ വലിയ സംഭവം നമ്മൾ വിചാരിക്കുകയാണ്. പക്ഷെ നമ്മളിത് ദീൻ പോണത് ആരറിയില്ല? നമ്മളറിയില്ല. കുറച്ച് പോകും. വാപ്പൻ്റെ 100% ഉണ്ടെങ്കിൽ മകൻ്റെ 50 കിട്ടുള്ളൂ. മകൻ്റെ 50 ഉണ്ടെങ്കിൽ പിന്നെ അവൻ്റെ മകനക്ക് എത്ര കിട്ടുള്ളൂ? 25 കിട്ടുള്ളൂ. അതിങ്ങനെ കുറഞ്ഞാൽ പോവാം. ആണോ അല്ലേ പോയി? അതുകൊണ്ട് ഈ കാര്യത്തെ പറ്റി നിങ്ങൾ ആലോചിക്കും. അല്ലാഹു തആല നമ്മുടെ കൂടുതലിനെ കബൂലാക്കും. നന്മകൾ ചെയ്തുകൊണ്ടിരിക്കും, പരസ്പരം ദീനിയായ കാര്യങ്ങളിൽ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും, ദീനിൻ്റെ പരിശ്രമങ്ങളിൽ കൂടിക്കൊണ്ടിരിക്കും. ഞാൻ സത്യത്തിൽ ഞങ്ങൾ വന്നത് സത്യത്തിൽ ദീനിൻ്റെ പേരിൽ ഒരു വലിയ ഇഷ്ടമുണ്ടായി സിഡ്നിയിൽ. അതിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. സത്യത്തിൽ നമ്മൾ നമ്മളെ പൈസ ചെലവാക്കി നമ്മളായിട്ട് വന്നതാണ്. എന്തിനാണ്? നമ്മളെ ആഖിറം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുമെന്ന് വെച്ചപ്പോൾ ഇന്ന് രാത്രിക്ക് പോകാനുള്ളതാണ് എയർപോർട്ടിലേക്ക്. എന്നിട്ടും ആയിക്കോട്ടെ എന്ന് പറഞ്ഞത്, എനിക്ക് ഈ കാര്യം ഞങ്ങളോട് പറഞ്ഞു തന്നു. ഇതിൻ്റെ ദൗത്യമാണ്, ഇതിൻ്റെ ഉത്തരവാദിത്തമാണ്.
ഇതേപോലെ നിങ്ങൾക്ക് ഉത്തരവാദിത്തം. അതുകൊണ്ട് ഇതിനു വേണ്ടി ദീനിന്റെ പരിശ്രമത്തിലൂടെ നടക്കുന്നുണ്ട്. പാകിസ്ഥാനികളും ബംഗ്ലാദേശികളും അതേമാതിരി തുർക്കികളും പല രാജ്യക്കാരും. ഇപ്പം ഇവിടെ ഫോക്ടൗണിലെ ഒരു പള്ളിയിൽ മസ്ജിദുർ റഹ്മാൻ അല്ലേ, റഹ്മാൻ അല്ല പള്ളി, റഹ്മാൻ പള്ളിയിൽ ഞാൻ സുബീസ്കരിക്കാണ്ട് മലേഷ്യ എന്നുള്ള ജമാഅത്തിന്റെ അവിടെ, ഇന്തോനേഷ്യ എന്നുള്ള ജമാഅത്തിന്റെ, മദീന മുനവറയുള്ള ജമാഅത്ത് എന്നുള്ള ഇഷാക്ക് അവിടെ സംസാരം ഉണ്ടായിരുന്നു അറബിയിൽ. ഞാനത് കേട്ട് കഴിഞ്ഞിട്ട് തന്നെ പോയത് മഗ്‌രിബിന് ശേഷം. അവരെ ജമാഅത്തുണ്ട്, മദീന മുനവറയിൽ നിന്നുള്ള ആൾക്കാരുണ്ട്, അറബികളുടെ ജമാഅത്ത്. ഇവർക്ക് എന്തിനാണ് പുറപ്പെടുന്നത്? ഇവരൊക്കെ പുറപ്പെടുന്നത് ദുനിയാവിന്റെ പണിയും അവരെല്ലാ ദുനിയാവും തീർന്നിട്ട് പുറപ്പെടുന്നതല്ല. നിസ്കരിക്കാൻ പോണേ നമ്മളെല്ലാ പണി കഴിഞ്ഞിട്ടല്ല, നമ്മൾ അള്ളാഹുവിനുള്ള ബാധ്യതയായിട്ടാണ്. ഇതേപോലെ എൻ്റെ വാക്ക് കാരണം, എൻ്റെ ഒരു പിടുത്തം കാരണം, എൻ്റെ ഒരു സലാം കാരണം, ഞാനൊന്ന് ചേർത്ത് വെക്കുന്നതിൻ്റെ പേരിൽ എൻ്റെ സഹോദരൻ അള്ളാഹനെ അറിഞ്ഞു കിട്ടിയാൽ അതെൻ്റെ ആഖിറത്തിലേക്ക് വലിയ സമ്പാദ്യമാണ്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജത്തുൽ വദാഇൽ അൽ ഹജ്ജു അറഫ എന്ന് പറഞ്ഞത് അറഫയിൽ കൂടെയാണ്. അറഫയിൽ ജബലുർ റഹ്മാന്റെ താഴ്ഭാഗത്ത് നിന്ന് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ബല്ലിഗു അന്നി വലൗ ആയ, എന്നു ഒരായത്താണ് നിങ്ങൾക്ക് കിട്ടുന്നെങ്കിൽ അത് നിങ്ങൾ എത്തിച്ചു കൊടുക്കും. ഇതിന്റെ ഭാഗമായിട്ടാണ് 1,24,000-ഓളം സഹാബാക്കൾ നബി തങ്ങൾ സാഹസങ്ങളെ കൂടെ ഉണ്ടായിരുന്ന ഹജ്ജത്തുൽ വദാഇൽ. ചില റിവായത്തനുസരിച്ച് 2,00,000-ഓളം സഹാബാക്കളുണ്ട്. പക്ഷേ വ്യക്തമായി മദീന മുനവറയിൽ മറ്റും എഴുതി വെച്ചിട്ടുണ്ട്, മദീന മക്ക തുടങ്ങിയ ഹിജാസിന്റെ പരിസരത്താകെ 10,000-12,000 സഹാബാക്കളെ ഖബറുണ്ട്. 1,24,000 ഉണ്ടെങ്കിൽ ബാക്കി 1,12,000 സഹാബാക്കളെ ഖബറുകളിൽ. അത് ലോകത്തിന്റെ നാനാഭാഗത്താണ്. ജാഫർ റളിയല്ലാഹുവിന്റെ ഖബറിൽ ജോർദാനിലാണ്. അബ്ദുല്ലാഹിബ്നു സെയ്ദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹുവിന്റെ മറ്റേ ഖബറുള്ളത് അവിടെയാണ്. അബ്ദുല്ലാഹിബ്നു റവാഹ റളിയല്ലാഹുവിന്റെ ഖബറുള്ളത് അവിടെയാണ്, ജോർദാനിലാണുള്ളത്. ഫലസ്തീനിൽ ഒരിക്കലും അള്ളാഹിന്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ ജുമാഅത്ത് ഫലസ്തീനിലുണ്ടായി. അപ്പം നമ്മളെ നാട്ടിൽ ഒരു ജമാഅത്ത്, ഫലസ്തീനിൽ ഒരു ഇമാമ് ജമാഅത്ത് വന്നിരുന്നു, കോഴിക്കോട് ഷെറൂപ്പ, എൻ്റെ നാടിൻ്റെ പരിസരത്ത്. അപ്പം ഞാൻ അയാൾ അവിടെ ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ അയാൾ ഉണ്ടെന്ന് പറഞ്ഞാൽ അയാളെ തെരഞ്ഞെടുത്ത് ഇങ്ങനെ നോക്കിയപ്പോൾ അവിടെ അങ്ങനെ ഓരോരുത്തർ മാറി മാറിയുണ്ട്. ഓരോ സീ ഖത്തീബാണെങ്കിൽ അടുത്ത സീ ഖത്തീബുണ്ടായി. അപ്പോൾ ആ ദിവസം മറ്റേ ആളെ കുത്തുബൻ്റെ ദിവസമാണ്. അപ്പം അദ്ദേഹം നിസ്കരിച്ച് പോയിരുന്നു. ഞാൻ അയാളെ ജസ്റ്റ് ഇപ്പം കാണിച്ചു തരാറുണ്ട്. ഒരാളിങ്ങനെ ഓടി, ഒരു ഫലസ്തീനി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പോയി തന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു അയാളെങ്ങനെ അറിയിച്ചു. അപ്പോൾ പറഞ്ഞു അദ്ദേഹം അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ നമ്മുടെ നാട്ടിൽ വന്നിരുന്നു പറഞ്ഞു, കേരളത്തിൽ വന്നിരുന്നു പറഞ്ഞു. അപ്പം എന്നോട് അദ്ദേഹം പറഞ്ഞു, യൗമുൽ അർബിയ ബുധനാഴ്ച ദിവസം ഈ പള്ളിയിൽ ജോല നടക്കുന്നുണ്ട്, ഗസ്റ്റ് നടക്കുന്നുണ്ട്, മസ്ജിദുൽ അഖ്സയിൽ ബുധനാഴ്ച ദിവസം. എന്നിട്ട് എന്നോട് വർത്താനൊക്കെ പറഞ്ഞു. ഞാനും ഗ്രൂപ്പിന്റെ കൂടെ ഉണ്ടായിരുന്നു, ഒരു പാക്കേജിന്റെ കൂടെ ഉണ്ടായിരുന്നു. എന്നോട് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ പോവുകയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് പോകേണ്ടിട്ടുണ്ട്, ഞാൻ ഇന്നിപ്പോൾ പോവാം. അസർ സ്കെച്ച്, അസറും ജുമായും കൂടി ചേർത്ത് സ്കെച്ചാണ് ഞാൻ ഇപ്പം തന്നെ പോകുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു നിങ്ങൾ ഇവിടെ നിൽക്കി, 33,000 സഹാബാക്കളുടെ ഖബറുണ്ട് ഇതിന്റെ പരിസരത്തുണ്ട്. ഷാമിന്റെ ഭാഗത്ത് സഹാബാക്കളുടെ ഖബറുകൾ. ബിലാൽ റളിയല്ലാഹു അൻഹു മസ്ജിദ് നബവിയിൽ ഉണ്ടായിരുന്നത്, നിങ്ങൾക്ക് സാധനങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നത്. റൗള ഷരീഫ് നമ്മൾ നുസ്ക ആപ്പിലൊക്കെ കയറിയിട്ട് അരമണിക്കൂറിന് 10 മിനിറ്റ് നമ്മൾ ക്യൂ നിൽക്കുകയാണ്. അത് ഫുൾ ഉണ്ടായിരുന്ന ആളായിരുന്നു ബിലാൽ റളിയല്ലാഹു അൻഹു. പക്ഷേ ബിലാൽ റളിയല്ലാഹുവിന്റെ ഖബറുള്ളത് ഡമസ്കസിലാണ്, ദിമഷ്കിൽ. ജാഫർ റളിയല്ലാഹുവിന്റെ ഖബർ ജോർദാനിൽ. ഇങ്ങനെ സഹാബാക്കളുടെ ഖബർ അബൂ അയ്യൂബ് അൻസാരി തുർക്കി, ഇസ്തംബൂളിൽ. മസ്ജിദ് നബവിക്ക് സ്ഥലം മുട്ടുകുത്തിയത്, എന്തെങ്കിലും സാഹസങ്ങളെ ഒട്ടകം മുട്ടുകുത്തിയത് അബൂ അയ്യൂബിന്റെ വീട്ടിലാണ്. അദ്ദേഹം ഉള്ളത് ഇസ്തംബൂൾ, തുർക്കിയിലാണുള്ളത്. മദീന ഇത്ര മഹത്തായ സ്ഥലമാണെന്ന് അവർക്ക് അറിയാം. എന്നിട്ടും അവർ ഈ പോയത് നബി തങ്ങൾ സാഹസം തങ്ങൾ വലിയൊരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചിരുന്നു. വലിയൊരു ഉത്തരവാദിത്തം. എൻ്റെ ഇങ്ങളെയൊക്കെ ചുമല്ല ഉത്തരവാദിത്തം ഉണ്ട്. നാളെ അള്ളാഹു നമ്മളോട് ചോദിക്കും, മാതാ ഖദ്ദംത ലദീനില്ല, അള്ളാഹിന്റെ ദീനിന് വേണ്ടി നിങ്ങൾ എന്താ ചെയ്തിരുന്നത്? ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് പറയുന്നുണ്ട്, അലം തകുൻ അർദുല്ലാഹി വാസിഅത്തൻ ഫതുഹാജിറു ഫിഹാ, എന്താ അള്ളാഹിന്റെ ഭൂമി വിശാലായിരുന്നില്ലേ, നിങ്ങൾക്ക് അവിടെ ഹിജ്റ പോയിക്കൂടായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മൾ ദുനിയാവിന്റെ അവസ്ഥകൾ തേടി നമ്മൾ ഈ നാട്ടിലെത്തിയിട്ടുണ്ടെങ്കിൽ അള്ളാഹുനോട് നമ്മൾ എന്ത് പറയും? ഒരു മലയാളിന്റെ ഖബർ ഓസ്ട്രേലിയയിൽ ഉണ്ടെങ്കിൽ എന്റെ ഖബർ ഓസ്ട്രേലിയയിലാണെന്ന് പറയാം. എന്തിനാ ഈ ഓസ്ട്രേലിയ എത്തിയെന്ന് ചോദിച്ചാൽ എന്താ പറയാ? നമ്മൾ ജാഫർ റളിയല്ലാഹു അൻഹു പറയും 2 കൈയും കാലൊക്കെ ഛേദിക്കപ്പെട്ടു. മാതാ ഖദ്ദംത ലദീനില്ല എന്ന് ജാഫർ റളിയല്ലാഹു അൻഹു ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ കൊടി പിടിച്ചത് അദ്ദേഹമായിരുന്നു. കൈക്ക് വെട്ടി, അപ്പൊ അടുത്ത കൈ കൊണ്ട് പിടിച്ചു, ആ കൈ വെട്ടി, ഭുജങ്ങൾ ചേർത്ത് നെഞ്ഞോട് ചേർത്ത് ഇസ്ലാമിന്റെ പതാക താഴുകയായിരുന്നു. അദ്ദേഹത്തിന്റെ മധ്യത്തിൽ വെട്ടി. അദ്ദേഹത്തിന് 80 ശില്ലാനം പോലും മുറിവുകളുണ്ടായി, രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന ജാഫർ റളിയല്ലാഹു അൻഹുവിനെയാണ് അവിടെ കബറടക്കിയത്. അദ്ദേഹത്തിനോട് നാളെ ചോദിച്ചു, ഷഹീദിനെ കുളിപ്പിക്കൂല, ആ രക്തം ഉണ്ടാവും, ആ രക്തം കസ്തൂരിയേക്കാൾ വാസന ഉണ്ടാവും. നാളെ മശ്റയിൽ 2 കൈയില്ലാതെ ജാഫർ റളിയല്ലാഹു അൻഹു വരും. കടിച്ചു തുപ്പപ്പെട്ട കരളുമായി ഹംസ റളിയല്ലാഹു അൻഹു വരും. വിരലുകൾ മുറിച്ചു, ചെവി മുറിച്ചു അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹു വരും. അവരോടൊക്കെ ചോദിക്കും, മാതാ ഖദ്ദംത ലിദീനില്ല, നിങ്ങൾ അള്ളാഹിന്റെ ദീനിന് വേണ്ടി എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ അവരൊക്കെ എന്താ പറയാ? നമ്മളെന്താ പറയാ?
സല്ലൈത വസക്കൈത വഹജ്ജൈത, നിസ്കരിച്ചു, നോമ്പ് വെച്ചു, സക്കാത്ത് കൊടുത്തു. അപ്പൊ അല്ലാഹ് പറയും ഖദ്ദംത ലിനഫ്സി, അതൊക്കെ നീ നിനക്ക് വേണ്ടിയാണ് ചെയ്തത്. മാദാ ഖദ്ദംത ലിദീനില്ലാ, അള്ളാന്റെ ദീൻ ഇവിടെ മനുഷ്യരിൽ ഇല്ലാതായി, എന്നെ മറന്ന് തിന്മകളിൽ കഴിഞ്ഞുകൂടിയ മനുഷ്യരുണ്ടായപ്പോൾ നീ എന്തേ ചെയ്തതെന്ന് ചോദിച്ചാൽ ഈ ഇരിക്കണ ഞാൻ നിങ്ങൾ എന്ത് മറുപടി അള്ളാഹിനോട് പറയും എന്നാലോചിക്കും. ഈ ഒരു ബോധം എന്റെ ഹൃദയത്തിലുണ്ടായി. ഞാൻ പുറപ്പെട്ടു വന്നു നമ്മളെ സ്വന്തം സമ്പത്ത് ശരീരം ചെലവാക്കി. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയണേ, ഇത് നിങ്ങളെ ഉത്തരവാദിത്തമാണ്. ഇവിടെ നീന്റെ പരിശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത്. ദാനിഫ് സാഹിബിനെ നിങ്ങൾക്കറിയാം, റാഫി ബൈനെ, സലീബിനെ, അവരൊക്കെ അറിയാം. ഒരു ഒഴിവിന് തിരക്കെന്തായാലും തീരില്ല. ഈ തിരക്കിന്റെ ഇടയിൽ എപ്പോഴെങ്കിലും ഒരു 3 ദിവസത്തേക്കെങ്കിലും പള്ളികളിൽ പോയി ഇത്തികാഫിലിരുന്ന് ഒന്ന് രാത്രി എഴുന്നേറ്റ് അല്ലാഹ് എനിക്ക് കൊടുത്തിരുന്ന ഞാൻ മോശക്കാരനാണ്, എനിക്ക് മാപ്പാക്കി താ അല്ലാഹ്, എൻ്റെ ജീവിതം നന്നാക്കി താ അല്ലാഹ്, എൻ്റെ ഭാര്യയും മക്കളൊക്കെ നന്നാക്കി താ അല്ലാഹ് എന്ന് പറയാൻ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നിങ്ങൾ സമയം കണ്ടെത്തിയില്ലെങ്കിൽ നിങ്ങളെക്കാൾ വലിയ നഷ്ടപടികൾ ആരുണ്ടാകും നിങ്ങൾ ആലോചിച്ചു. 365 ദിവസം പേരെ കിടക്കണം നമുക്ക്. ഒരു 3 ദിവസം അള്ളാന്റെ പള്ളിയിൽ ഇത്തികാഫിൽ ഇരിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്ത് ദീനാണ് നമ്മുടെ ഉള്ളത്? നമ്മൾ അള്ളാന്റെ ദീനോട് എന്ത് കടമയുള്ളത്? ജീവിതം മുഴുവൻ അധ്വാനിക്കാൻ വന്നതാ നമ്മൾ. അതുകൊണ്ട് ഈ കാര്യം ഞങ്ങളെ ഏൽപ്പിച്ചു. അതുകൊണ്ട് നീന്റെ പരിശ്രമത്തിൽ നിങ്ങൾ സഹകരിച്ചു കൊടുക്കും. ഈ പരിശ്രമത്തിനെ വളർത്താനോ ഉണ്ടാക്കാനോ ഒന്നല്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും, ചെയ്യുന്നവർ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും, ഒരങ്ങനെ പോയിക്കൊണ്ടിരിക്കും, ഒരിങ്ങനെ വന്നുകൊണ്ടിരിക്കും, ഒരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഓർക്ക് നമ്മളൊന്നും കൊടുത്തോളൊന്നുമില്ല, ഒരു നമ്മൾ മെയിൻറ്റാക്കിയോളൊന്നുമില്ല. ഇറങ്ങി പോടാന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, ഉണ്ടാതെ ഇറങ്ങി പോയിക്കോളും. കാരണം ഒരു വന്നത് ഓർക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഞങ്ങളോട് പറയാം, ഈ കാര്യത്തിൽ നിങ്ങൾ സമയം ചെലവാക്കി. മക്കളൊക്കെ വെക്കേഷനിൽ കുറച്ച് സമയം അള്ളാന്റെ മാർഗത്തിലാക്കി നാട്ടിലേക്ക് വരുമ്പോൾ നാട്ടിൽ കൂടാൻ വേണ്ടി പറയും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല നമ്മുടെ കൂടെ